നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായൈ നമോ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ബാലരി വിദ്യുതിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമി. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃത ജപപടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദിപാല നിത്യകല്യാണശീല. ജാലാകരാളമത്യുഗ്രം ശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. നമശ്ചണ്ഡികായൈ നമോ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമശ്ചണ്ഡികായൈ നമോ. സുരന്മകുടപത്രകുണ്ടല വിഭൂഷിതം ജംബകശ്രജാകലിതഗന്ധരം കരയുഗേന ശക്തിം ഭവിം ദധാനമഥവാ കടീകലിതവാമഹസ്തേഷ്ടത ഗുഹം കുസൃണഭാസുരം സ്മരതു പീതവാസോവസം. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമിയേ ശരണം. മമ്മിയൂർ ക്ഷേത്രാന്തരീക്ഷത്തില് വളരെ വർഷങ്ങളായി ഇത്തരത്തിൽ സത്സംഗവേദി പങ്കിടാൻ അവസരം ലഭിക്കുന്നു. അതൊരനുഗ്രഹമായിട്ട് കണക്കിലെടുത്ത് ഭഗവത് ചൈതന്യങ്ങളായിരിക്കുന്ന സാക്ഷാൽ നാരായണനെയും ശിവപെരുമാളെയും ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമുണ്ടാകുന്ന അദ്വൈത അനുഭൂതി, അതാണ് സനാതനം. പത്രദ്വാര നിങ്ങൾ നടത്തിയ അയ്യപ്പൻ പാട്ടും വിളക്കം സമയത്ത് അതിസുന്ദരമായിരിക്കുന്ന ഒരു മോസ്ക്, ഒരു പള്ളി ഈ ക്ഷേത്രത്തിന് മുൻപിൽ ഇങ്ങനെ വച്ചതും അത്തരത്തിൽ ആരാധനാ സമ്പ്രദായത്തിലേക്ക് അത് കടത്തിക്കൊണ്ടുവന്നതും ഞാൻ ഓർക്കുകയാണ്. ഇത് സനാതനം. നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത അത് സനാതനം എന്ന് പറയുന്ന അർത്ഥവത്തായിരിക്കുന്ന പേരിന് അർഹത നേടിയത് ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടാണ്, സമീപനം കൊണ്ടാണ്. വാസ്കോഡഗാമയായാലും ഇതര പാശ്ചാത്യ വ്യക്തിത്വങ്ങളായാലും അവരെ എല്ലാവരെയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടാണ്. നിറപറയും നിലവിളക്കം വെച്ചുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും സെമറ്റിക് മതങ്ങളെ പോലും അവയെ എല്ലാം തന്നെ സ്വീകരിച്ച് സ്വാഗതമോദിയ ഒരു സംസ്കാരം, അത് സനാതനം. സനാതനം എന്ന് പറയുന്ന വാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് എവർ ലാസ്റ്റിംഗ്, നെവർ എൻഡിങ്, ശാശ്വതം, ചിരസ്ഥായി, അനശ്വരം. അപ്പോൾ ഒരിക്കലും അസ്തമിക്കാത്ത, ഇല്ലാതെയാകാത്ത, അല്ലെങ്കിൽ എപ്പോഴും നിലകൊള്ളുന്ന ഒരു ധർമ്മം, അല്ലെങ്കിൽ സനാതനമായിരിക്കുന്നൊരു ഭാവം, അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് കൈമുതലായിട്ടുള്ളത്.
ഇന്ന് പലപ്പോഴും ഇത് നഷ്ടഭ്രഷ്ടമായി പോകുന്നുണ്ട്. കാരണം നമ്മൾ സങ്കുചിതമായിരിക്കുന്ന ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ട്. അത് എല്ലാവരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്തെ ഒരു അപകടമാണ്. ഇവിടുത്തെ അയ്യപ്പപ്പാട്ടും വിളക്കും കണ്ടപ്പോൾ അത് അസ്തമിച്ചിട്ടില്ല എന്നൊരു ബോധ്യം വന്നു. പക്ഷെ പലരും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ന് നാം നിലനിൽക്കുന്നത് ഈ സനാതനം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രവും മറ്റും ഗോറിയുടെയും ഗസ്നിയുടെയും കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടപ്പോഴും പുരോഹിതന്മാർ നിഷ്ഠൂരമായിട്ട് ഇങ്ങനെ തല്ലിക്കൊന്നപ്പോഴും, അതുപോലെ മലബാർ ലഹള പോലുള്ള ലഹളകളെല്ലാം തന്നെ നടന്നിട്ടും നമ്മൾ എന്തേ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ സനാതനത്വം നമുക്ക് കൈമുതലായതുകൊണ്ടാണ്. നമ്മുടെ മതേതരത്വം, സനാതനത്വം എന്ന് പറയുന്ന ചിന്താഗതി ഒരിക്കലും കൈവിട്ടു പോകരുത് എന്നുള്ള അപേക്ഷയോടുകൂടി സനാതനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കടക്കാം. ഈ സങ്കുചിതത്വമെല്ലാം ഉണ്ടാകുന്നത് സനാതനബോധം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ആര് എന്നുള്ള ചോദ്യത്തിന് കൈവല്യ നവനീതം എന്ന് പറയുന്ന തമിഴ് കൃതി വളരെ വ്യക്തമായിട്ടൊരു നിർവചനം നൽകുന്നുണ്ട്. ബ്രഹ്മം തന്നെ. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരഭാവം താൻ തന്നെ എന്നുള്ളൊരു ബോധം, ബ്രഹ്മം തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ബ്രഹ്മമാണ്, ഈശ്വരനാണെന്നുള്ളൊരു ബോധം, അത് ഉണ്ടാക്കിയെടുത്ത ആ അമൂല്യ നിധിയുടെ ഉടമസ്ഥതയുള്ള സംസ്കാരമാണ് നമ്മളുടേത്. ഞാൻ ഈശ്വരൻ. അപ്പൊ എല്ലാ തരത്തിലും ഈശ്വരഭാവത്തെ ആർജിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സംസ്കാരത്തിൻ്റെതാണ്. സപ്താഹവേദികളിലെല്ലാം തന്നെ നിങ്ങൾ മുഴങ്ങിക്കേട്ട് കാണും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി സപ്താഹശ്രവണേ കൃതേ. അത് സത്യത്തിൽ ഉപനിഷത്ത് വാക്യത്തെ എടുത്ത് മാറ്റി എഴുതിയതാണ്. ഭാഗവത മാഹാത്മ്യത്തിൽ കാണുന്ന ഈ വരികളെല്ലാം തന്നെ ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വേറെ രീതിയിലേക്ക് വരും. അത് ഉപനിഷത്ത് അതേ രീതിയിൽ തന്നെ പുനരാവർത്തിച്ച് എഴുതിയത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി ദൃഷ്ടം ഏവാത്മനീശ്വരെ എന്നാണത്. ദൃഷ്ടം ഏവാത്മനീശ്വരെ. നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണെന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് വരേക്ക് നമുക്ക് സംശയങ്ങളുണ്ടാകും. നമ്മുടെ ഹൃദയഗ്രന്ഥികൾ ഒന്നും പൊട്ടുകയില്ല. കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഒന്നും ഇല്ലാതെയാകുന്നില്ല. എപ്പോൾ വരേക്ക് നാം അമ്മിയൂർത്തേവരാണ്. ഇവിടത്തെ ഈ പറയുന്ന നാരായണ തത്വം സത്യം അത് ഞാനാണ്. അതുപോലെ എന്തെല്ലാം പ്രതിഷ്ഠാവിഗ്രഹങ്ങളുണ്ടോ, ഈശ്വരഭാവങ്ങളുണ്ടോ, അതെല്ലാം തന്നെ ഞാൻ തന്നെ എന്നുള്ള ബോധം വരുന്നവരേക്ക് കാമക്രോധാദികൾ അലട്ടും. സംശയങ്ങൾ തീരുകയില്ല. അതുപോലെ തന്നെ കർമ്മങ്ങളൊന്നും ക്ഷയിക്കുകയുമില്ല. കർമ്മങ്ങൾ ക്ഷയിക്കാത്തിടത്തോളം കാലം നമ്മൾ ജനിച്ചും മരിച്ചും കാലം കഴിച്ചു കൂട്ടുമെന്ന സംസാരം. അപ്പോൾ നമ്മൾ ജനിക്കാൻ പാടില്ല എന്ന് പറയുന്ന പുനർഭവം അവ സാധിച്ചെടുക്കണമെങ്കിൽ, മരിക്കാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് നാം പോകണമെങ്കിൽ അതുല്യമായിരിക്കുന്ന ആത്മഭാവത്തെ ആർജിച്ചിരിക്കണം. അത് സനാതനം. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന ആ സംസ്കാരത്തിന്റെ, ധർമ്മത്തിന്റെ ആ വാക്ക് തന്നെ ദ്യോതിപ്പിക്കുന്നത് നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ് എന്ന് തന്നെയാണ്. ഒന്ന് നമുക്ക് പതുക്കെ കടന്നു കയറിയാൽ, ആത്മാർത്ഥമായിട്ടുള്ളൊരു അന്വേഷണം പുരാണങ്ങളിലൂടെ നമ്മൾ നടത്തുമ്പോൾ ദേവീഭാഗവത്തിൽ ദേവി തന്നെ ആലിലയിൽ കാലം കടിച്ചു കുടിച്ചുകൊണ്ട് കിടക്കുന്ന കൊച്ചുകുട്ടിയോട്, ആ ബാലകൃഷ്ണനോട് അശരീരിയായിട്ട് പറയുന്നൊരു വാക്യം, ഒരു ശ്ലോകത്തിന്റെ പകുതി, അതാണ് ദേവീഭാഗവതമായിട്ട് ഉരുത്തിരിഞ്ഞത്. അവിടെ പറയുന്നത് സർവം ഖല്ലിതം ഏവാഹം നാന്യതസ്തി സനാതനം എന്ന് തന്നെയാണ്. അപ്പൊ അമ്മ അശരീരിയായിട്ട് കൊച്ചുകുട്ടിയായി കിടക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രളയജലധിയിൽ കിടക്കുന്ന ആ ഈശ്വരഭാവത്തോട് അരുളി ചെയ്തത് ഞാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ എന്തെല്ലാം ഇവിടെയുണ്ടോ അതെല്ലാം ഞാൻ തന്നെയല്ലാതെ മറ്റൊന്നുമല്ല, അത് സനാതനമാണ്. അപ്പൊ എല്ലായിടത്തും കൊണ്ട് കുടികൊള്ളുന്ന ഈശ്വരത്വത്തെ ഏറ്റവും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഈ ശ്രീമദ് ദേവീ ഭാഗവതം പോലെ തന്നെ ഭാഗവത്തിലേക്ക് കിടക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗഹനമായി. അപ്പൊ എല്ലാ തരത്തിലും പ്രാപഞ്ചികനായിട്ടുള്ള മനുഷ്യനായാലും അല്ലെങ്കിൽ പാരത്രികമായിട്ടുള്ള മോക്ഷത്തെ കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായാലും
അവരെല്ലാവരും തന്നെ സനാതനം എന്ന് പറയുന്ന ഭാവത്തെ ആർജിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് ചില കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. നമ്മൾ ശരീരമാണെന്നുള്ള ബോധം എത്ര കാലത്തേക്കുണ്ടോ അത്ര കാലത്തേക്ക് നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുകയില്ല. എത്ര കാലത്തേക്ക് ശരീരത്തെ നമ്മൾ താലോലിച്ചുകൊണ്ട് നടക്കുന്നുവോ അത്ര കാലത്തേക്ക് ജാതിയും മതവും ഉണ്ടാവും. പ്രാദേശിക വ്യത്യാസവും അതുപോലെ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളും എല്ലാം തന്നെ ഉയർത്തിരിയുന്നത് നമ്മൾ ഓരോരുത്തരും ശരീരമാണെന്നുള്ള ബോധം കൊണ്ടു നടക്കുമ്പോഴാണ്. അധ്യാത്മരാമായണത്തിൽ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത് വിച്ഛിന്ന അഭിഷേക രംഗത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത് പോലും ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യന്, ദേഹോഹം ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി, ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യന് മോഹമാതാവ് അവിദ്യയാകുന്നതും എന്ന് തന്നെയാണ്. മോഹമാതാവ് ഈ മോഹങ്ങളെല്ലാം തന്നെ അങ്കരിപ്പിച്ച് ജനിപ്പിച്ച് സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മോഹവലയത്തിലൂടെ കടന്നുപോയി സംസാരത്തെ വീണ്ടും വളർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ ശരീരമാണെന്നുള്ള സങ്കുചിത ചിന്താഗതി കൊണ്ടാണ്. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവ് എന്ന് തന്നെ അവിടെ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട്. നീ ശരീരമാണെന്നുള്ള ബോധം കൊണ്ടല്ലേ വിച്ഛിന്നാഭിഷേക രംഗത്ത് എന്നെ തന്നെ രാജാവായി വാഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തചിത്തം ജഡം വൃദ്ധം മധോജിതം ശാന്തേതരം പ്രവാഹീനം ഷടപ്രിയം ബന്ധിച്ച് താതനെയും പരിബന്ധികളായുള്ള മറ്റുള്ളവരെയും അന്തരം വിട്ടിന്നയച്ച് ഒരന്തരം കൂടാതെ ഈ അഭിഷേകം നടത്തുമെന്ന് നീ ആക്രോശിക്കാൻ കാരണം നിന്റെ ശരീരം നിന്നെ അലട്ടുന്നത് കൊണ്ടല്ലേ. നീ എന്റെ അനുജനായതുകൊണ്ടും നീ എന്നെ വാസ്തവത്തിൽ രാജാവായിട്ട് വാഴിക്കണമെന്നുള്ള ആഗ്രഹം വെച്ചു പുലർത്തുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ശരീരബാധ, ശരീരം എന്ന് പറയുന്നത് ഞാനാണെന്നുള്ള ചിന്ത നിന്നെ അലട്ടുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ക്രുദ്ധനായത് എന്ന്. കാമക്രോധാദികളായാലും മോഹം അതുപോലുള്ള എല്ലാ ഈ പ്രാപഞ്ചിക വികാരങ്ങളായാലും അതെല്ലാം തന്നെ ജനിക്കുന്ന ശരീരം കൊണ്ടാണ്, ശരീരത്തിലാണ്. ഈ ശരീരത്തെ എല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് ശരീരത്തിന് അതീതമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിയവനാണ് ഹിന്ദു. ഹിന്ദു എന്നുള്ള പദം തന്നെ വേണ്ട, നമുക്ക് സംസ്കാരം എടുക്കാം. സനാതനം നമ്മളെല്ലാവരും ഭാരതീയരെ, ഭാരതവർഷത്തിൽ ജനിച്ച് ഋഷിപരമ്പരയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മൾ ആരും തന്നെ ശരീരത്തെ താലോലിച്ചുകൊണ്ട് അതിനെ പുന്നാരിച്ചുകൊണ്ട് അതിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? ശരീരത്തെ പറ്റി ആയുർവേദം പോലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള, വ്യക്തമായിട്ട് ധരിച്ചിട്ടുള്ള നമ്മൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതായ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ഒരു മനുഷ്യൻ ജന്മമെടുത്താൽ പിന്നെ മരിക്കുന്നവരേക്ക് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ട ജോലികളും ഇതെല്ലാം തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശരീരം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി നിങ്ങൾ ഉറക്കെ പറയണം, അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കണം, ശരീരത്തെ നിങ്ങൾ എടുത്താണ്, ഞാൻ എടുത്തതാണ്. ഈ ശരീരം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഈ വിഗ്രഹത്തെ, ഇത്തരത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ ക്ഷേത്രത്തെ, പ്രവർത്തികൾ ചെയ്യാനുള്ള ഈ വേദിയെ ഞാൻ തന്നെ സ്വീകരിച്ചപ്പോഴാണ് ഞാൻ ഉടലെടുത്തു എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സെമറ്റിക് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത ഇത്തരത്തിലാണ്. നമ്മൾ എല്ലാവരും തന്നെ ശരീരമെടുക്കുന്നു. എന്തിന് എന്ന് ചോദിച്ചാൽ ആയുർവേദം പ്രഘോഷിക്കുന്ന ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ശരീരമെടുത്ത് ഉണ്ണാനും കുടിക്കാനും അങ്ങനെ ആർഭാടങ്ങൾ കാട്ടിക്കൂട്ടി ഭോഗത്തിന്റെ പിന്നാലെ പോകാനുള്ളതല്ല എന്ന് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് പഞ്ചമസ്കന്ധത്തിൽ ഋഷഭൻ പറഞ്ഞു കൊടുക്കുന്നു മക്കളോട്. ഭരതാദികളോടെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഋഷഭന്റെ വാക്യത്തിലും ഈ ശരീരം നാനാഭോഗത്തിനുള്ളതല്ല എന്ന് സ്ഥാപിക്കുകയാണ്. പിന്നെ എന്തിനെ എന്ന് കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, യോഗത്തിനുള്ളതാണ് എന്ന്. അഭികാമ്യമായിട്ടുള്ള യോഗാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജനിച്ച ജീവനും ശരീരത്തെ എടുത്തുകൊണ്ട്, ഉടലെടുത്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് നേടേണ്ടതായിട്ടുള്ള യോഗം, അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ശരീരമെന്ന് പറഞ്ഞതിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്മഭാവമില്ലേ, അതുണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, വിഭാഗീയ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നു. ഇതെല്ലാം തന്നെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ വാസ്തവത്തിൽ ആധ്യാത്മിക തലത്തിൽ ഉണർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല. നമ്മൾ വാസ്തവത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ അധികം നടക്കുന്നുണ്ട്. ഉപവാസങ്ങളായാലും വ്രതാനുഷ്ഠാനങ്ങളായാലും ഇതുപോലെ പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എത്തേണ്ടതായ, നമ്മുടെ പൂർവികർ എത്തിയ,
നമ്മുടെ ഋഷിപരമ്പരയാണ് നമുക്ക് സിദ്ധിച്ച ആ പ്രത്യേക പദവിയെ നമ്മൾ പ്രാപിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ഒന്നുകൂടി ഈ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ശരീരം എടുത്തുകൊണ്ട്, ശരീരത്തെ താലോലിച്ചുകൊണ്ട്, ശരീരം തന്നെയാണ് എല്ലാം, ശരീരം വിട്ടിട്ട് മറ്റ് യാതൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ഭൗതിക തലത്തിൽ വ്യാപരിക്കുന്നവരായി പോയത് കൊണ്ടാണ് സനാതനം എന്ന് പറയുന്ന വാക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായാലും അതിനകത്തുള്ള മറ്റിതര വ്യക്തിത്വങ്ങളായാലും എല്ലാം സനാതനം തുലയട്ടെ എന്ന് പറയുന്ന ഒരിക്കലും പറയാൻ പാടില്ല. സനാതനം എന്ന് പറയുന്ന സംഗതി എങ്ങനെ തുലയുക? ആര് വിചാരിച്ചാലും അതിനെ തുലയ്ക്കാൻ സാധിക്കുകയില്ല. കാരണം അത് സനാതനമാണ്. ആത്മാവിനെ പോലെ ജായതേ പ്രിയദേവ കഥാചിന്നായം ഭൂത്വ ഭവിതാവാന്ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ധന്യമാനേ ശരീരേ എന്ന് പറയുന്ന ശരീരത്തിൽ അന്തർഹിതമായിരിക്കുന്ന ആത്മാവിന് സദൃശം സനാതനം എന്ന് പറയുന്ന വസ്തുത, അതിന് നാശമില്ല എന്നറിയുന്നവരെ ഒരിക്കലും പറയില്ല സനാതന ധർമ്മം നിലയട്ടെ എന്ന്. കാരണം എന്താ? അത് വിഡ്ഢിത്തമാണ്. അപ്പൊ അറിവില്ലായ്മ കൊണ്ട്, അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ പുലമ്പുന്ന രീതിയിൽ സനാതനധർമ്മത്തെ ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം നാം വ്യക്തമായിട്ടും ധരിക്കേണ്ടത്, നമ്മൾ സനാതന ധർമ്മികൾ എന്ന് പറയുന്ന ആ അവകാശവാദം ഉന്നയിക്കുന്നവര് തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന ആ ആത്മഭാവത്തിലേക്ക് എത്തിയേ മതിയാവും. സനാതന 2-3 ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ 2-3 സന്ദർഭങ്ങൾ ഞാൻ ഇട്ടുതരാൻ ആഗ്രഹിക്കുന്ന. ഒമ്പ, സുഗ്രീവനുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ട ശ്രീരാമചന്ദ്രൻ ഒളിയമ്പയിൽ ഈ ബാലിയെ കൊമ്മ, ബാലിയാണെങ്കിൽ ഭഗവാന്റെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തില് കുരമ്പ് ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ വിടുത് അല്ലെങ്കിൽ എടുത്ത് മാറ്റുന്ന സന്ദർഭത്തില് കരഞ്ഞുകൊണ്ട് വരുന്ന ആ താരയോട് ചോദിക്കുന്ന ആ രംഗത്ത് താരയോടുള്ള ഉപദേശം പറയുന്ന ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ? അപ്പൊ താരയോട് സത്യം പറയാൻ പറഞ്ഞുകൊണ്ട് ശ്രീരാമേന്ദ്രൻ ചോദിക്കുന്ന ആ വാക്യത്തിൽ തന്നെ അന്തർഹിതമായിട്ടുള്ള സംസ്കാരം സനാതന സംസ്കാരമാണ്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന താരയോട് ചോദിക്കുന്ന എന്റെ ഭർത്താവ് ശരീരമാണോ ആത്മാവാണോ? അപ്പോ ദേഹം, ദേഹി എന്ന് പറയുന്ന 2 വ്യത്യസ്ത ഭാവങ്ങളെ ആദ്യകാലം മുതൽ, ഇന്നൊന്നുമല്ല, ആയിരക്കണക്കിലേറെ വർഷം പഴക്കമുള്ള ഒരു സമ്പ്രദായം, നമ്മുടെ സംസ്കാരം അന്നു മുതൽ ഈ ശരീരത്തെയും അതുപോലെ ആത്മാവിനെയും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിന്റെ ഉടമകളാണ് നമ്മൾ. അതുകൊണ്ടാണ് പാടിയത്. നമ്മൾ എന്താ പറഞ്ഞത്? സത്യത്തിന് നിലനിൽപ്പ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ആ സത്യത്തെ തേടി സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ കൂട്ടരാണ് നമ്മൾ. അതിന്റെ പ്രത്യേക പേര് കൂടി പറഞ്ഞു, നിത്യാനിത്യ വിവേകം. ഈ നിത്യാനിത്യ വിവേകം എന്ന് പറയുന്ന വേദാന്ത ഭാഷയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നിത്യമായിട്ടുള്ള ആത്മാവിനെയും അനിത്യമായിരിക്കുന്ന ഈ ശരീരത്തെയും വേർതിരിച്ചറിയണം. വേർതിരിച്ചറിവ് എന്ന് പറയുന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് എന്ന് പറയുന്ന മനീഷ, സംസ്കൃതത്തിൽ നമ്മൾ പറയുന്ന മനീഷ, ഏതൊരു മനീഷയാണോ നമുക്കുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനായത്. ഇത് മറന്നു പോകുന്നു. നമ്മൾ വാസ്തവത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ മുതിരരുത്. മറ്റുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് അവരിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം ഒന്നുകൂടി സനാതനമാകുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മതേതരത്വം മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ കൈമുതലായിട്ടുള്ളത്, നമ്മൾ മതരാഹിത്യവും കൂടി താലോലിക്കുന്നുണ്ട്. മതം വേണ്ട, മതം വേണ്ട എന്ന് പറയാൻ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിക്കാനേ പാടില്ല. എന്റെ കാരണം, നമ്മൾ വേദങ്ങളെല്ലാം തന്നെ കടന്നു കയറിയിട്ടപ്പോൾ വേദാതീതമായിരിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ചതുർവേദങ്ങളിൽ പ്രാധാന്യമറിയിക്കുന്ന ഈ 3 വേദങ്ങൾ, ത്രയീ എന്ന് പറയുന്ന 3 ഗുണങ്ങളോട് ബന്ധപ്പെട്ടത്, സാത്വികം രാജസം താമസം എന്ന് പറയുന്ന 3 ഗുണങ്ങളോട് ബന്ധപ്പെട്ടത്, അങ്ങനെ 3 ഗുണങ്ങളോട് ബന്ധപ്പെട്ട വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ത്രൈഗുണ്യ വിഷയാവേദ. ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഈ വേദങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന മുഴുവൻ ത്രിഗുണങ്ങളോട് ബന്ധപ്പെട്ട കർമ്മങ്ങളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അർജുന, നീ എന്ത് വേണം? നിസ്ത്രൈഗുണ്യഭവ അർജുന എന്ന്. ഇത് സനാതന. നിസ്ത്രൈഗുണ്യഭവ അർജുന എന്ന് പറഞ്ഞാൽ, അർജുന നീ ഒരു കാര്യം ചെയ്യണം, ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് നീ എത്തിയിരിക്കണം. നിന്നെ രാജസവും സാത്വികവും താമസവും ഭരിക്കാൻ പാടില്ല എന്ന്. അത്തരത്തിലുള്ള ഗുണത്രയങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നീ വാസ്തവത്തിൽ സാധാരണക്കാരനാകും, ഭൗതിക തലത്തിൽ ഒരു ജീവി മാത്രമാകൂ. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ ത്രിഗുണാതീതമായിരിക്കുന്ന തുരീയ ഭാവത്തെ നീ ആർജിക്കണമെന്ന് പറയുന്നത് അത് സനാതന. ഒന്നുകൂടി കണക്കാൻ നമുക്ക്. ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ കൊല്ലത്തെ ആചാര്യനാണ്.
തുഞ്ചത്താചാര്യൻ തന്നെ മലയാള ഭാഷാഗാനം എന്ന് പറയുന്ന ഭാഗവതത്തില് ഗുണകാമാത്മാവിന് മാനസം എന്ന് ചൊല്ലുവോ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ എന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെ തേടി നമ്മൾ അലയാറുണ്ട്. ആത്മാവിനെ തേടിക്കൊണ്ട് നമ്മളിങ്ങനെ ക്ഷീണിതരാകാറുണ്ട്. ആത്മാവിനെ അന്വേഷിച്ച് നമ്മളിങ്ങനെ വലഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാറുണ്ട്. അവിടെ എല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമാക്കി തുഞ്ചത്താചാര്യൻ, മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന അദ്ദേഹം പാടിത്തന്നത് ഗുണകാമാത്മാവിനെ മാനസം എന്ന് ചൊല്ലുവൂ. ഗുണകാമാത്മാവിനെ, ഈ ത്രിഗുണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാത്വികൻ രാജസം താമസം എന്ന് പറയുന്ന ആ ത്രിഗുണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വേദാന്ത ഭാഷയിലുള്ളൂ. വേദങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത് മാത്രമാണ്. നമ്മുടെ കർമ്മങ്ങളാണെങ്കിലും അത്തരത്തിലാണ്. നിങ്ങൾ മാടായിക്കാവ് എന്ന് പറയുന്ന ആ ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ അവിടെ ചിക്കൻ, കോഴിയെ വെട്ടി ആ മാംസമെല്ലാം തന്നെ നിവേദിക്കുന്ന കാണാം. അക്കൂട്ടത്തിൽ മദ്യവും നിവേദിക്കുന്ന കാണാം. അതൊരു ഗുണമാണ്. ആ ഗുണം എന്ന് പറയുന്നത് തരം താണുവായിട്ട് വരുമ്പോൾ താമസമെന്നോ രാജസമെന്നോ പറയാം. പോണവരിട്ട് ഒരു പ്രത്യേക ബ്രാഹ്മണ വിഭാഗക്കാരാണ് അത് ചെയ്യുന്നത്. എന്റെ നാട്ടിലും പേര് കേട്ട ഒരു നമ്പൂതിരി അച്ഛൻ ഉണ്ടായിരുന്നു. നമ്പൂതിരി അച്ഛൻ ശക്തമ്പരന്റെ കാലത്ത് അദ്ദേഹം വാസ്തവത്തിൽ ആടിനെ വെട്ടി കോഴിയെ വെട്ടി ഗുരുതി കഴിച്ചുകൊണ്ട് ഭദ്രകാളിയെ സേവിച്ചിരുന്ന ഒരു മഹം വ്യക്തിത്വമാണ്. ഭദ്രകാളിയെ പ്രത്യക്ഷമായി കണ്ടിട്ടുള്ള അദ്ദേഹം വാസ്തവത്തിൽ മദ്യപാനിയായിരുന്നു എന്ന് കഥ, അതുപോലെ മാംസാഹാരിയായിരുന്നു എന്ന് മറ്റൊരു കഥ. അത് ദുരന്തരന്താണ് ഒരു വാസന. ചാത്തൻ എന്ന് പറയുന്ന ഈ പറയുന്ന വിഷ്ണുവായി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കള്ളം പൊടിയും വെച്ചുകൊണ്ട് നമ്മൾ ആരാധന നടത്തുമ്പോൾ ദുരന്തരന്താണത്. അത് ഗുണങ്ങളിലേക്ക് താമസമോ രാജസമോ ആയി മാറും. നേരെ നമുക്ക് ധർമ്മശാസ്ത്രാവ് എന്ന് പറഞ്ഞ ശബരിമലയിലേക്ക് നിങ്ങൾ ഇങ്ങനെ കയറി പെടാൻ പാടുപെടുമ്പോൾ അവിടെ നടക്കുന്ന പാനകമാണ് കള്ളിന് പകരം. പാനകം നിവേദിച്ചുകൊണ്ട് വെറുതെ ഈ പറയുന്ന ശർക്കര വെള്ളത്തിൽ അല്പം ചെറുതൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മധുരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പാനകം എന്ന് പറയുന്ന രീതിയിൽ ഒരു പാനീയം ഉണ്ടാക്കി നിവേദിക്കുമ്പോൾ കള്ളിന് സദൃശമാണെങ്കിൽ തന്നെ കള്ളല്ല. അങ്ങനെ കള്ളു കുടിക്കുന്ന ചാത്തനും കള്ളു കുടിക്കാത്ത ശാസ്ത്രാവും ഇതെല്ലാം തന്നെ ഗുണങ്ങളെ ദ്യോതിപ്പിക്കുന്നു, ഗുണങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സപ്രകാരമാണോ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ ഗുണങ്ങൾ. നിത്യവും മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അത്തരത്തിൽ ക്രിമിനൽ കേസുകൾ നടത്തി, അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ കൂടുതൽ പോക്സോ കേസുകളോ അനവധി കേസുകളുള്ള അത്തരത്തിൽ വികൃതവും വിചിത്രവും വളരെ വികലവുമായിരിക്കുന്ന കേസുകൾ നടത്തുന്ന ഒരു വ്യക്തിയിൽ സ്വാഭാവികമായും ആ ഗുണങ്ങൾ കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന പോലെ നിത്യവും ഈ പറയുന്ന ചിക്കൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാംസാഹാരം കഴിക്കുന്നവരും കൊഴിമാന്തിയെ പോലുള്ള ഓരോരോ സംഗതികളെല്ലാം തന്നെ കഴിക്കുന്നവരും അവരെല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും ഗുണങ്ങൾ മാറി മാറി മറിഞ്ഞ് നികൃഷ്ടമായിരിക്കുന്ന രീതിയിലേക്ക് പോകാനിടയുണ്ട്. ഇതെല്ലാം തന്നെ ഭാഗവതാദി പുരാണങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് യമനിയമങ്ങളിലൂടെ അത്തരത്തിൽ ശുദ്ധ ആഹാരങ്ങളിലൂടെ യോഗ്യമായല്ല അല്ലെങ്കിൽ യോഗ്യരുടേതായിട്ടുള്ള മര്യാദകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാത്വികഗുണം, ആ സാത്വികഗുണവും താമസഗുണവും രാജസഗുണവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയെല്ലാം തന്നെ ഇത് അപഗ്രഥിച്ചു പഠിച്ച നമ്മുടെ ഋഷീശ്വരന്മാരെ ഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലണം എന്ന് പറയുന്നത് സനാതനം. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന ആ അവസ്ഥ ഗുണാതീതമാണ്, സർവാതീതമാണ്, ഭൗതികാതീതമാണ്. അത് വാസ്തവത്തിൽ തികച്ചും ആത്മീയം എന്ന് പറയുമ്പോൾ അലൗകികം, അലൗകികം. അപ്പൊ ലോകത്തിൽ നിന്നെല്ലാം തന്നെ വ്യതിരിക്തമായിട്ട് അലൗകികമായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ശാശ്വതമായിരിക്കുന്ന ഒരവസ്ഥ ദേഹിയുടേത്, ദേഹത്തിൻ്റെതല്ല. ദേഹത്തെ ഞാൻ എടുത്തതായത് കൊണ്ട് അത് മരിച്ചേ മതിയാവൂ. ജാതസി ധ്രുവം മൃത്യുധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാരാർത്ഥേ നത്തം ശോചിതമർഹ ചെയ്യുന്ന ഗീതാചാര്യൻ നമ്മെ പഠിപ്പിക്കുന്ന പോലെ ശരീരം എടുത്തുവെങ്കിൽ ശരീരത്തെ ഉപേക്ഷിക്കണം. ഞാൻ ശരീരം എടുത്തുകൊണ്ട് ജനിച്ചുവെങ്കിൽ ഞാൻ മരിച്ചേ മതിയാവും. അങ്ങനെ ജന്മമരണങ്ങൾ എന്ന് പറയുന്ന ആ ആവർത്തന ചക്രം ഈ സംസാരത്തിൻ്റെത് അതിൽ നിന്ന് അതീതമായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് മാറണമെങ്കിൽ ഞാൻ ശരീരമല്ലാതെയാകണം, ഞാൻ ആത്മഭാവത്തിലേക്ക് എത്തണം. ഇത് തന്നെ സനാതന നമസ്കാരത്തിന്റെ സന്ദേശം. വളരെ ചിന്തിക്കുക. മോക്ഷം എന്ന് പറയുന്നത് പോലും മോക്ഷം നമ്മൾ എല്ലാവരും തന്നെ മോക്ഷത്തെ പല രീതിയിൽ നിർവചിക്കുന്നുണ്ട്. മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലൂടെ കടക്കുമ്പോൾ മോക്ഷത്തെ മറ്റ് പല രീതിയിൽ നമ്മൾ കണക്കാക്കിക്കൊണ്ട് ക്രിയകൾ നടത്തുന്നുണ്ട്. മരണാനന്തര ചടങ്ങുകളുണ്ട്. ഈ മരണാനന്തര ചടങ്ങുകളും അതുപോലുള്ള ഗതിക്രിയകളും സാഹിത്യാദി ആ ഹോമമോ പൂജയോ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഭാഗവതം എന്ന് പറയുന്ന പുരാണം മറ്റു പുരാണങ്ങളെല്ലാം തന്നെ രചിച്ചിട്ട് തൃപ്തി വരാത്ത ആ വേദവ്യാസൻ ഭാഗവതം രചിച്ച് ഭാഗവതത്തിലൂടെ പരീക്ഷിത്ത എന്ന് പറയുന്ന ഒരു ഉത്തമ ഉദാഹരണം അദ്ദേഹം മോക്ഷത്തെ പ്രാപിക്കുന്ന യാതൊരു ക്രിയകളും കൂടാതെയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങളാവും? യാതൊരു ബോധ്യവുമില്ല, യാതൊരു ബഹളവുമില്ല. ഗംഗയുടെ നേരത്ത് ഇങ്ങനെ വടക്കോട്ടേക്ക് വിരിഞ്ഞിരിക്കുന്ന ഈ പരീക്ഷിത്ത മഹാരാജാവ്
ശാപഗ്രസ്തനായതുകൊണ്ടും 7-ാമത്തെ ദിവസം മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടും അങ്ങനെ കുത്തിയിരിക്കുന്ന അദ്ദേഹം യാതൊരു ഈ പൂജാതി കാര്യങ്ങളോ ക്രിയകളോ യാതൊന്നും ചെയ്യാതെ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും ഇതെല്ലാം തന്നെ വിട്ടിട്ട് സർവധർമ്മൻ പരിത്യജ്യ മാം ഏകശരണം പ്രജ എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ അവിടെ കുത്തിയിരുന്നപ്പോഴാണ് ശുഖബ്രഹ്മം വന്നത്. എന്തേ വേദവ്യാസൻ വരാഞ്ഞത്? വേദവ്യാസന വേദിയിൽ ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? ഈ ചോദ്യങ്ങൾ ചോദിക്കണം. വേദവ്യാസൻ രചിച്ച ഭാഗവതം പറയാൻ തക്ക യോഗ്യതയുള്ള വേദവ്യാസൻ മാറി നിന്നുകൊണ്ട് തന്റെ സന്തതിയായിരിക്കുന്ന ആത്മസ്വരൂപനെ കൊണ്ട് സാക്ഷാൽ ശുഭബ്രഹ്മത്തെ കൊണ്ടുകൊണ്ട് ഭാഗവതം പറയിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സനാതനമായിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണത്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവും. ശാരീരികമായിട്ടുള്ള അവസ്ഥകളെയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒടുവിൽ ആ ശരീരം എന്ന് പറയുന്ന ഉപാധിയെ ഉപകരണത്തെ ഉപേക്ഷിക്കുന്നതിന് തയ്യാറെടുത്തിരിക്കുന്ന പരീക്ഷത്തിനെയാണ് നാം അവിടെ കാണുന്നത്. എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്റെ ശരീരത്തെ ഉപേക്ഷിക്കൽ, ആ ഉപേക്ഷിക്കുന്നത് മരണം എന്നുള്ള രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ എത്തിച്ചേരുന്ന ആത്മഭാവത്തിലേക്കാണ്. പിടികിട്ടുന്നുണ്ടോ? ശരീരമെടുത്തു വന്നിരിക്കുന്ന ഞാൻ ഒന്നുകൂടി സാവകാശം നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നവദ്വാരങ്ങളുള്ള ഒരു പുരത്തെ കണ്ടു. അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഉരുത്തിരിയുന്ന എംബ്രിയോ എന്ന് പറയുന്ന ഭ്രൂണത്തെ കണ്ടു. ഈ ജീവൻ എന്ന് പറയുന്ന ജീവാത്മാവ് എന്ന് പറയുന്ന ജീവഹംസം ഇത്തരത്തിൽ ഒരു പുരത്തെ കണ്ടപ്പോൾ, നവദ്വാരങ്ങളുള്ള പുരത്തെ കണ്ടപ്പോൾ അതിൽ കൊതികൊണ്ട് കയറിയതാണ്. അതാണ് ജനനം, അതാണ് വാസ്തവത്തിൽ ഉടലെടുത്തത്. അത്തരത്തിൽ ശരീരത്തിലേക്ക് കയറിയ എനിക്ക് നല്ലൊരു ബോധ്യം വേണം ഞാൻ ശരീരമല്ല എന്ന്. പക്ഷേ ശരീരം എന്റേതാണ്. എന്റേതായിട്ടുള്ള ശരീരത്തെ ഞാൻ എടുത്തതായത് കൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതെങ്ങനെ വേണമെന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആഫ്റ്റർ ലിവിങ് എന്ന് പറയുന്ന കൂടെ പ്ലസ് ആഫ്റ്റർ ഡൈയിങ് അതുകൂടി കൂട്ടിച്ചേർക്കണം. നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് രാജസം ഇത്യാദി ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വന്ന് എങ്ങനെ മരിക്കണം, സമാധി അടയുക. കുത്തിയിരുന്നുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ശരീരത്തെ ഉപയോഗിച്ചൊരു വ്യക്തിക്ക് അതിനെ ഭംഗിയായിട്ട് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ലഭിക്കുന്ന രീതിയിലുള്ള മരണം, അതാണ് സമാധി. അപ്പൊ ഇതെല്ലാം തന്നെ സാധിച്ചെടുക്കുന്ന നമ്മൾ തന്നെയാണ്. അതാണ് സനാതനത്തിൽ തൊഴുത്തു നിൽക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ശരീരത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആത്മവസ്തു അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മുടെ സംസ്കാരം നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മത്തിന്റെ പ്രത്യേകത അതാണ്. ഭഗവത്ഗീതയില് വളരെ വ്യക്തമായിട്ടും 5-ാമത്തെ അധ്യായത്തിൽ കർമ്മസന്യാസിയോഗം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകമായിട്ട് ഉരുത്തി കണ്ടുവരുന്നത് ഈ ദേഹത്തിൽ ഇരിക്കുന്ന ദേഹിയെ പറ്റി പറയുന്നുണ്ട്. നവദ്വാരപുരേ ദേഹി ന കുർവൻ ന കാരയൻ എന്നാണ് പ്രയോഗം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ നവദ്വാരപുരം എന്ന് പറയുന്ന ശരീരത്തില് കുടിയേറി പാർത്തിയിരിക്കുന്ന ദേഹി എന്ന് പറയുന്ന ആത്മാ അതൊന്നും ചെയ്യുന്നില്ല, യാതൊന്നും ചെയ്യിക്കുന്നുമില്ല. അപ്പോൾ ചെയ്യുന്നുമില്ല ചെയ്യിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ കർത്തൃത്വ അഭിമാനം കിട്ടിയിട്ടുള്ള കർത്താവല്ല ഭോക്താവല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഉയർന്ന ഒരു സ്ഥിതി, ഒരു പ്രത്യേക പരിവേഷം എന്റെ ഈ ആത്മഭാവത്തിന് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഞാനെന്ന് പറയുന്ന ഈ ആത്മഭാവം അതൊരിക്കലും യാതൊന്നും ചെയ്യാത്ത, കർത്തൃത്വമില്ലാത്ത, ഭോക്തൃത്വമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, യാതൊരു രീതിയിലും യാതൊന്നുമായിട്ട് ആസക്തമല്ലാത്ത ആ അവസ്ഥയുള്ളതാണ് സനാതനം. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. എത്രമാത്രം പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറില്ല എന്നറിയാൻ കാരണം നമ്മൾ ഇന്ന് പ്രാപികന്മാരാണ്. കുറെ കർമ്മങ്ങളുടെ പിന്നാലെ, ആചാരങ്ങളുടെ പിന്നാലെ, അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ എന്നെപ്പോലുള്ള ആചാര്യന്മാർ നിങ്ങളെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നുമുണ്ട്. ഭാഗവതം എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നിവൃത്തി എന്ന് പറയുന്ന ശാസ്ത്രമായതുകൊണ്ട് അവിടെ പൂജാധികാരികൾക്ക് എന്ത് പ്രസക്തി? പക്ഷെ ഇന്ന് നടക്കുന്ന കോലാഹലങ്ങൾ സത്രമായാലും സപ്താഹമായാലും അവിടെയെല്ലാം തന്നെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വീണ്ടും വലിച്ചെഴിച്ച് ഈ സംസാരത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. സംസാരത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയുള്ള ഭാഗവതം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ സംസാരത്തിലേക്ക് കടന്നുകൂടുന്ന രീതി ഒരിക്കലും അനുയോജ്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നേരെ മറിച്ച് ദേവീ ഭാഗവതമാണെങ്കിൽ വ്യത്യാസമാണ്. അവിടെ കർമ്മങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്. കാരണം അത് ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോയ ജനമേജയം കേട്ട കാര്യമാണ്. ഇത് അഭോഗമായിരിക്കുന്ന ചിന്താവിൽ വെച്ചു കൊടുക്കുന്ന പരീക്ഷത്തിലേറ്റവുമാണ്. അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ നമ്മൾ പഠിച്ചാൽ ഈ സനാതനം എന്ന് പറയുന്ന സംസ്കാരത്തെ കൂടുതൽ ബോധ്യമാവൂ. ഏതൊരച്ഛനാണോ ഈ പറയുന്ന പരീക്ഷിച്ച് ഗർഭത്തിൽ സ്ഥിതനായിരുന്നപ്പോൾ, ഗർഭസ്ഥനായിരുന്നപ്പോൾ
ഏതൊരു പരമാത്മസ്വരൂപമായി ശ്രമിച്ച പരമാത്മാവിനെയാണോ കണ്ടത്, ആ കണ്ട ഈശ്വര സ്വരൂപത്തെ കാണാൻ കൊതിച്ചുകൊണ്ട് ജനിച്ചപ്പോഴും ആ ജന്മത്തിന് ശേഷവും ഇങ്ങനെ നടക്കുന്ന പരീക്ഷിത്ത എന്ന് പറയുന്ന മഹാനുഭാവൻ ഒടുവിൽ 7 ദിവസം കിട്ടിയപ്പോൾ അത് എങ്ങനെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന് പഠിച്ചിട്ട് കുത്തിയിരുന്നപ്പോഴാണ് ഭാഗവതം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭാഗവതം അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭാഗവത അവതരണത്തിലൂടെ ശരീരത്തിന്റെ ആവശ്യകത, അതിന്റെ ഉപയോഗം, അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും കഴിഞ്ഞു എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തിക്ക് അവസാന നിമിഷം എങ്ങനെ ഉപയോഗിക്കണം, അപ്പൊ ഹൗ ടു യൂട്ടിലൈസ് ആ പറയുന്ന ആഫ്റ്റർ ഈ പറയുന്ന 7 ദിവസക്കാലം എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ള പരീക്ഷിച്ച് അതിനെ ഉപയോഗിക്കുന്ന രീതി, അത് സനാതനം. കേൾക്കുന്നുണ്ടോ? അത് ഉറക്കം വരുന്നു. അപ്പൊ എല്ലാ തരത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉറക്കം വരുന്ന ശരീരത്തിനാണ്. ആലസ്യവും നിദ്രയും ഇതെല്ലാം തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളോ അതിന്റെ ജോലികളോ അതിന്റെ ധർമ്മമാണ്. നേരെ മറിച്ച് ആലസ്യവും നിദ്രയും അതുപോലുള്ള കാര്യങ്ങളും ഇല്ലത്തിന്റെ ഭാവങ്ങളെ കൊണ്ട് അതാണ് ആത്മഭാവം, അതാണ് സത്യം. ആചാര്യസ്വാമികൾ പാടിത്തന്ന് മറക്കാതിരിക്കുക, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, ഈ ജഗത്തെ മിഥ്യ ഉണ്ടായിട്ട് ഇങ്ങനെ ഇല്ലാതെയാകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ജീവോ ബ്രഹ്മയവനാമര എന്ന് കൂട്ടിച്ചേർത്തു. നിങ്ങൾ ഇരിക്കുന്നവരും കേൾക്കുന്നവരും പ്രദക്ഷിണം വയ്ക്കുന്നവരും ഓടിപ്പോകുന്നവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലപാഞ്ഞ് നടക്കുന്നവരെ എല്ലാവരും തന്നെ ആര് എന്ന് ചോദിച്ചാൽ ജീവോ ബ്രഹ്മൈവനാപര. ഈ ജീവൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചൈതന്യം, ആ ജീവൻ എന്ന് പറയുന്ന ജീവാത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ജീവഹംസം എന്നൊരു പ്രയോഗം ഭാഗവത്തിൽ കാണാം. ഏതായാലും അത്തരത്തിൽ ജീവഹംസമായിട്ടോ ജീവാത്മാവായിട്ടോ കുടികൊള്ളുന്ന ചൈതന്യം അത് ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെയെന്ന് ഇത് അറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ അവസ്ഥ അതാണ് സനാതനം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ശരീരമല്ല എന്നൊരു ബോധത്തിലേക്ക് വരണം. ശരീരമല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ എന്നുള്ള ചിന്താഗതി വരണം. ഞാൻ ആരെ എന്നുള്ള ചിന്താഗതി വന്നാൽ ഞാൻ ആത്മസ്വരൂപമാണെന്നുള്ള അടിയുറച്ച ധാരണയിലേക്ക് വരും. അതാണ് വാസ്തവത്തിൽ രമണ മഹർഷിയെ പോലുള്ളവർ നമുക്ക് കിട്ടുക എന്നത്. കോഹമെന്ന് ചോദിക്കുക എപ്പോഴും നമ്മൾ ചോദിക്കണം, ഞാൻ ആരാ? മമ്മിയൂരപ്പനെയും സാക്ഷാൽ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ ഈ നാരായണ പെരുമാളെയും ഇവരെയെല്ലാം തന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നമ്മൾ വഴിപാടുകൾ നടത്തി പോകുമ്പോഴും ഓരോ ഭക്തനും ചോദിക്കേണ്ടതാരാ? ഞാൻ ആര്? കോഹം, കോഹം. അപ്പൊ ഞാൻ ആരെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ശരീരമല്ല എന്നൊരു ബോധം വന്ന്, പിന്നെ ശരീരമല്ല എങ്കിൽ ഞാൻ ആര്? ദേഹം എന്ന് പറയുന്ന നാഹം എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അതൊന്നുമല്ല എങ്കിൽ പിന്നെ ഞാൻ ആരെ എന്ന് കണ്ടുപിടിച്ചതാണ് നമ്മുടെ നമസ്കാരം. സനാതന നമസ്കാരത്തിന്റെ സംഭാവന സോഹം. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ സംഭാവനകൾ പലതും പറഞ്ഞു തന്ന കൂട്ടത്തിലാണ് ഈ ദേഹത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള ദേഹിയുണ്ട്. ആ ദേഹി എന്ന് പറയുന്ന ആത്മസ്വരൂപമാണ് എപ്പോഴും ഒരിക്കലും നശിക്കാത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ആ വസ്തുത, ആ വ്യക്തമായിട്ടുള്ള ധാരണ, അത്തരത്തിലുള്ള ബോധ്യം വന്നിട്ടുള്ള ആ വ്യക്തിയാണ് വാസ്തവത്തിൽ സനാതന ധർമ്മി. നമ്മുടെ ലക്ഷ്യം എന്താ? അപ്പോ തിന്നും കുടിച്ച കാലം കഴിച്ചു കൂട്ടി അതുവിധം കാട്ടിക്കൂട്ടിക്കൊണ്ട് ഹിന്ദുവാണോ എന്ന് വെടിവെച്ചു കൊന്നു കളയാമെന്ന് കരുതുന്ന സെമറ്റിക് മതക്കാരുടെ ചിന്താഗതിയല്ല. ഇന്നിന്ന മതക്കാരും ജാതിക്കാരുമാണെങ്കിൽ അവരെ നിഗ്രഹിക്കാമെന്നുള്ള ചിന്താഗതിയല്ല. ആരെയും നിഗ്രഹിക്കേണ്ട കാര്യമില്ല. എല്ലാം ഒന്നോ. അദ്വൈതത്തിന്റെ പരമകാഷ്ഠയില് ഇവിടെ ഉണ്ടായിരിക്കുന്ന സകല ചരാചരങ്ങളോ ഒന്നയെന്നുള്ള ചിന്താഗതിയിൽ വരുമ്പോൾ അത് സനാതനം, അത് വെറുതെ ഉണ്ടാകുകയില്ല. നമ്മുടെ പൂർവികരെ ഹിമാലയ സാനുക്കളിലോ അല്ലെങ്കിൽ ഇതര ആശ്രമ അന്തരീക്ഷങ്ങളിലോ ഒത്തുചേരുന്നതുകൊണ്ട് നേടിയ നേട്ടമാണിത്. ജീവബ്രഹ്മൈവനാപര സോഹം. അങ്ങനെ സോഹം എന്ന് പറയുന്ന ഞാൻ ആത്മസ്വരൂപമാണെന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ, സനാതന നമസ്കാരത്തിന്റെ വസ്തുതകളും ആ സത്യാവസ്ഥയും നിജസ്ഥിതികളും മനസ്സിലാക്കാതെ ആക്രോശിക്കുന്ന രീതിയിലാണ് സനാതനം ധർമ്മം കൊലയട്ടെ എന്ന്. സനാതന ധർമ്മം എന്ന് കാണുന്നതല്ല. ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം തന്നെ ജാതിയുടെ പേക്കൂത്ത് അതിന്റെ കൂത്തരങ്ങായിട്ട് മാറിക്കഴിഞ്ഞു. ഏതായാലും മലപ്പുറം ജില്ല വേറെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ജാതിയുടെ കൂത്തരങ്ങാണ്. എവിടെയെല്ലാം തന്നെ എന്തെല്ലാം നടക്കുന്നു അവിടെയെല്ലാം തന്നെ ജാതി കൊടികുത്തി വാഴുന്ന കാണാം. ജാതി മാത്രമല്ല മതവും. ഞാൻ പറയുന്ന പറവൂക്കാരനാണ്, വടക്കൻ പറവൂർ. ഈ വടക്കൻ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ MLA ആയിരിക്കുന്ന വ്യക്തി എന്റെ റിലേറ്റീവ്, അദ്ദേഹം ലത്തീൻ കത്തോലിക്കനല്ല, പക്ഷേ പണ്ട് മുതൽ ഒരു സമ്പ്രദായമുണ്ട് എന്റെ നാട്ടില്, അവിടെ ഇലക്ഷൻ നിൽക്കുന്നവൻ ലത്തീൻ കത്തോലിക്കനായിരിക്കണം അല്ലെങ്കിൽ തോറ്റുപോകും എന്ന്. പണ്ട് മുതലേ ഇങ്ങനെ നിലനിന്നു വരുന്ന ഒരു ജാതി വ്യവസ്ഥ, ഒരു മതചിന്താഗതി. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവൂ ഈ പറയുന്ന നോമിനേഷൻ കൊടുക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ള മറ്റു ചിന്തിക്കുന്ന രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്, എല്ലായിടത്തും ഈ ജാതി അല്ലെങ്കിൽ മതം അതിന്റെ കൂത്തരങ്ങായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ സനാതനത്വം എന്ന് പറയുന്ന ഒരവസ്ഥ മനസ്സിലാക്കാൻ കഴിയുക?
നമ്മൾ എല്ലാവരും തന്നെ ജാതിക്ക് അതീതമായിട്ട് പോകണമെങ്കിൽ പണ്ടേക്ക് പണ്ടേ തന്നെ ഉദാഹരണമായിട്ട് വർത്തിക്കുന്ന ശബരിമലയാണ്. ഈ ശബരിമല എന്ന് പറയുന്ന സങ്കേതത്തെ സമത്വത്തിന്റെ ഭാവം എല്ലായ്പ്പോഴും കാണാം. എന്താണാവോ സമത്വം? ഭഗവാൻ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച സമത്വം യോഗ ഉച്ചതയെന്നാണ്. സമത്വം, സമം ആയിരിക്കുന്നൊരവസ്ഥ, സമത്വം. അപ്പൊ ഈ സമതുലിതമായിരിക്കുന്ന എല്ലാവരും ഒന്നായെന്നുള്ള ചിന്താഗതി അത് എവിടെയുണ്ടോ അതാണ് യോഗ. അപ്പൊ ഈ യോഗ എന്ന് പറയുന്നതിന് നിർവചിച്ചുകൊണ്ട് സമത്വം യോഗ ഉച്ചത എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ എല്ലാവരും ഈ സമഭാവത്തിലേക്ക് വരിക. ഐകമത്യ സൂത്രം ഗർഭവേദത്തിന്റെ അവസാനം കൊളുത്തി വച്ചിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമാനീവ ആകൂതി, സമാന ഹൃദയാനിവ, സമാന വസ്തുവോ എന്നെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നത് സമാനമാകട്ടെ ചിന്താഗതികൾ. സമത്വബോധം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതി വ്യവസ്ഥ അത്തരം വ്യത്യാസങ്ങളില്ലാതെ എല്ലാം ഒന്നയെന്നുള്ള മട്ടിലേക്ക് വരട്ടെ. നിർദ്വേദം ഒടുവിൽ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ എത്തിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സമത്വം യോഗമുച്ചതേ, ഇത് സനാതനം. കേൾക്കുന്നുണ്ടോ? ഇതുവരെ കേട്ട കാര്യങ്ങളല്ല. ഓർക്കുന്നുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഈ ഭാവത്തിലേക്ക് നമ്മൾ വന്നാൽ എനിക്ക് ജാതിയില്ല എന്ന് പറയാം, എനിക്ക് മതമില്ല എന്ന് കൂടി പറയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇവിടെ മതവും അപകടകാരിയാണ്. മതത്തെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, മതം എന്നെല്ലാം പറയുന്നത് വേലി കെട്ടുന്ന പോലെ. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ കന്നാലുകളെ നമ്മളിങ്ങനെ ഇട്ട് വളർത്തുമ്പോൾ അവയെല്ലാം തന്നെ ചെറുപ്രായത്തിൽ അവയെ രക്ഷിക്കാൻ വേണ്ടി, ചെടികളെല്ലാം തന്നെ നട്ടുവളർത്തുമ്പോൾ ചെറുപ്രായത്തിൽ അവയ്ക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി ചുറ്റും വേലി കെട്ടുന്ന പോലെ അത്രമാത്രം പ്രാധാന്യമുള്ള ഈ മതത്തിന് അദ്ദേഹം അതുമാത്രമല്ല വേറെ ഇടത്ത് ഇതിനെയും കൂടി കൂട്ടിച്ചേർത്ത് ചൂണ്ടുവലകയാണ്. മതം എന്ന് പറയുന്നത് ചൂണ്ടുവലക. നിങ്ങൾ ഇങ്ങനെ പോകൂ, ഇതിലൂടെ പോകൂ, നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈശ്വരനെ കിട്ടുമെന്ന് പറയുന്ന ചൂണ്ടുവലക മാത്രമാണ് മതം. മതം മാർഗമാണോ എന്നുള്ളത് കവിഞ്ഞ് മതം ലക്ഷ്യമാണോ? ചിന്തിച്ചു. മതം ഒരിക്കലും ലക്ഷ്യമല്ല, മാർഗമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ പേ പിടിച്ച പോക്ക് ഒരിക്കലും നമ്മൾ അനുകരിക്കുകയില്ല. അപ്പൊ എല്ലാ തരത്തിലും മതങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്യം എന്ന് പറയുന്ന ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തോടു കൂടിയിരിക്കും. നമ്മുടെ പൂർവ്വര് ശക്തൻ തമ്പുരാനാണെങ്കിലും ചേരമൻ പെരുമാളാണെങ്കിലും ഇനി നമ്മുടെ സഹോദരിപ്പാടാണെങ്കിലും അവരെല്ലാവരും തന്നെ എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുത്തത് അവരെ ധന്യമായിട്ടുള്ള സനാതന ബോധം കൊണ്ടാണ്. നല്ലപോലെ നിന്ന് ഓർമ്മിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും തന്നെ ജാതിമതാതീതമായിട്ടുള്ള ചിന്ത ഉണ്ടാകട്ടെ. ഞാനീ പറയുമ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയുമാണ്. ഇന്ന് ഭാരതവർഷത്തിലെ അനവധി പല വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നു എന്നറിയില്ല. എങ്കിൽ കൂടി നമ്മൾ പറയുകയാണ്, ഭാരതാംബയുടെ മാതളത്തിൽ വളർന്നു വരുന്ന ഓരോ ജീവിയും അവനിൽ സമത്വബോധമുണ്ടാകട്ടെ. അപ്പോൾ സനാതനമായി വേറുപോലുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ സമാനത, അവിടെ ഈ സമത്വം എന്ന് പറയുന്ന ഇല്ലാതെയായി. പണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുമ്പോഴും അന്ന് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസങ്ങളില്ലാതെ പഞ്ചായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതി 79 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറി മറിഞ്ഞ് നമ്മൾ അഭ്യസ്തവിദ്യരാണോ അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചു വിവരമുള്ളവരാണ് അറിവുള്ളവരാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴാണ് കുഴപ്പം മുഴുവൻ. പണ്ട് 79 കാലഘട്ടത്തിൽ ഇലക്ഷനിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത്തരത്തിൽ ചിന്താഗതിയില്ല. എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടായിട്ട് അവിടെ ഭരിക്കുന്നവരും എതിർപക്ഷത്തിരിക്കുന്നവരും തമ്മിൽ വ്യത്യാസമില്ലാതെ ഈ പഞ്ചായത്തിന്റെ മേന്മ, അതിന്റെ നന്മ, അതിന്റെ ക്ഷേമം ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ശൈലിയെല്ലാം തന്നെ പോയില്ലേ? എന്ത് ചെയ്തു വരാൻ കാരണം? നമുക്ക് സമത്വബോധമില്ലാതെ പോയി. ഈക്വാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനയിൽ ഇങ്ങനെ മൊത്തം അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടെന്ത് കാര്യം? അതവിടെ കിടപ്പുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന സമത്വം ആ ബോധത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? യോഗ. അപ്പൊ ഏതൊരു യോഗാവസ്ഥയെ പ്രാപിച്ചാലാണോ സമത്വം സാധിക്കുന്നത്, ആ സമത്വാവസ്ഥയെ പ്രാപിക്കാനുള്ള ഒരു സംസ്കാരമാണ് ഈ സനാതന സംസ്കാരം, സനാതന ബോധം നല്ലപോലെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. യോഗ എന്ന് പറയുന്നതിനൊന്ന് ആലോചിച്ചു നോക്കൂ, യോജിപ്പിക്കാനുള്ളതാണ്. അപ്പൊ യുജ് എന്ന് പറയുന്ന ധാതുകളിൽ യോജിപ്പിക്കാനുള്ള ഈ വാക്ക് അത് ഉടലെടുത്താവുന്ന ഒരു കാര്യം വ്യക്തമാണ്. യോജിക്കലാണ് നമ്മുടെ ആവശ്യം, വിയോജിക്കലല്ല. അങ്ങനെ വിയോജിച്ചു നിന്നുകൊണ്ട് തമ്മിത്തല്ലുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ കലുഷിതമാക്കാനുള്ള ഒന്നല്ല. യോഗാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് യോജിക്കാനുള്ള സമ്പ്രദായം അത് സനാതനം. അപ്പോ സനാതന ധർമ്മത്തിലെ യോഗ എന്ന് പറയുന്നതായാലും അത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളായാലും എല്ലാം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഐകമത്യം മഹാബലം എന്ന് അവർ കണ്ടതും പറഞ്ഞതും പഠിച്ചതും എല്ലാം തന്നെ അത്തരത്തിലാണ്.
ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അർജുനൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുന വിഷാദ യോഗം, അതിന് കൊടുത്തിരിക്കുന്ന ഒരു യോഗം എന്ന് തന്നെയാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം. അത് കഴിഞ്ഞ് സാഖ്യയോഗത്തിലേക്ക് വരുമ്പോൾ അത് യോഗം, അതുപോലെ എല്ലാ അധ്യായങ്ങളും മൂന്നാമത്തെ കർമ്മയോഗം, ഇങ്ങനെ ഓരോരോ അധ്യായങ്ങൾക്കും പേരിട്ടിരിക്കുന്ന യോഗം എന്ന് തന്നെയാണ്. അപ്പൊ അവിടെയെല്ലാം തന്നെ ഈശ്വരനുമായിട്ട് യോജിക്കാൻ, താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വേദികൾ ഒരുക്കിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ മെരുക്കിയെടുക്കുന്ന രീതി, അത് യോഗ. നല്ലപോലെ ചിന്തിക്കൂ. സനാതനം. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന സബ്ജക്ട്, അത്തരത്തിലൊരു വിഷയം വിടാൻ തന്നെ പ്രധാന കാരണം ഇത് വാസ്തവത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് വന്നു. സനാതനം എന്ന് പറയുന്ന അന്യം നിന്ന് പോകുന്നത് ആർക്കും വേണ്ടാത്തൊരു സാധനം. ദേവീഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ് സർവം ദലിതമേവാഹം നാന്യദസ്തി സനാതനം എന്ന് അമ്മ പാടിക്കൊടുത്തത്. എല്ലാം തന്നെ സനാതനമായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ മാത്രമാണോ എന്ന്. ഞാൻ മാത്രമാണെന്ന് പറയുമ്പോൾ ദേവിയല്ലാതെ മറ്റാരും ഈ പ്രപഞ്ചത്തിലില്ല എന്ന്. ഭാഗവത്തിലേക്ക് കിടക്കുമ്പോൾ ഈ സ്ഥാനത്ത് 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി എന്ന് പറയും തുടങ്ങുന്നത് തന്നെ അഹം ഏവാസമേവാഗ്രേ നാന്യത്തെ സദസപരം പശ്ചാത്തഹം എന്ന് ഈ അവശിഷ്യത് സുസ്മിഹം എന്നാണ്. അവിടെയും ഞാൻ തന്നെയാണ് ഇതെല്ലാം എന്ന്, ഞാനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഞാനാണ് എന്ന് നാരായണൻ പറയുക. അപ്പൊ നാരായണനാകട്ടെ നാരായണിയാകട്ടെ ദേവനോ ദേവിയോ ആകട്ടെ അവർ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദശോപനിഷത്തുകളെ ഏറ്റവും കേവലമായിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്ന ഒന്നുകൂടി അന്വർത്ഥമായില്ലേ? ഈശാവാസ്യമിതം സർവം, നിങ്ങളിലും എന്നിലും എന്ന് വേണ്ട സകല ജരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഉപനിഷത്ത് പറയുന്ന പോലെയായില്ലേ ഭഗവത്ഗീതയിലും മറ്റൊരു പ്രയോഗത്തിലേക്ക് കൂടി കടന്നു വരും. യോമാം പശ്യതി സർവത്ര സർവഞ്ചമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജനേന പ്രണശ്യതി. വളരെയേറെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഭഗവാന്റെ. യോമാം പശ്യതി സർവത്ര, എല്ലായിടത്തും എന്നെ കാണുന്നവൻ. അതുപോലെ യോമാം പശ്യതി സർവത്ര സർവഞ്ചമയി പശ്യതി, എല്ലാത്തിനെയും എന്നിൽ കാണുന്നവൻ. ചിന്തിക്കേണ്ട ഒരു വിഷയം. നിങ്ങളും ഈശ്വരനെ എല്ലായിടത്തും കാണാം. അമ്മയോട് ദൈവത്തിന് പോയി വഴിപാട് കഴിച്ചു, എന്തൊക്കെയോ സാർഥാത്പര്യങ്ങൾ വച്ചുപുലർത്തിക്കൊണ്ട് പ്രാർത്ഥനകൾ കാണിച്ചു എന്ന് മാത്രം പോരാ, അവിടെ ഈ മമ്മിയൂർ തേവരെന്ന് പറയുന്ന ഞാനാണെന്നും ഞാൻ മാത്രമല്ല എല്ലാവരും ആണെന്നും എല്ലായിടത്തും അദ്ദേഹം ആണെന്നുമുള്ള ചിന്താഗതി വന്നെങ്കിൽ മാത്രമേ സനാതനത്വമുള്ളൂ. യോമാം പശ്യതി സർവത്ര, എല്ലായിടത്തും ഈ പറയുന്ന ഈശ്വരത്വമാണെന്ന് കാണുക. ഇവിടെ മമ്മിയൂർ തേവർ മാത്രമല്ല, വിഷ്ണുവിന്റെ സങ്കല്പവും കൂടി 2 ശ്രീകോവിലുകൾ ഉണ്ടായെങ്കിൽ കൂടി അവയെ സമന്വയിപ്പിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഇവിടത്തെ ദുർഗയും ഗുരുവായൂരപ്പന്റെ ദുർഗയും നാറാണത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന നാരായണകുളങ്ങരയിൽ ദുർഗയും ഈ ദുർഗകളെല്ലാം തന്നെ ഒന്നാണെന്നുള്ള ചിന്താഗതി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് രക്ഷയില്ല. അവിടെയാണ് എല്ലാം ഒന്നോ എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ ചിന്താഗതി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവോ? ഇന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അനുദിനം വർദ്ധിച്ചു വരുന്ന ഗതികെട്ടൊരവസ്ഥ. ജോഡികൾ കൂടി കൊച്ചുകുട്ടികളാണെങ്കിൽ ഇങ്ങനെ എന്തെന്നില്ലാത്ത കാളകൾ ചേർക്കുന്ന കാഴ്ചയാണ് ഞാൻ പടക്കം പറയുന്നത്. ഇവിടം വരയ്ക്ക് 60 കിലോമീറ്റർ താണ്ടി വന്നപ്പോൾ കണ്ടത് മുഴുവൻ ജോഡി. അപ്പൊ ഈ ജോഡികളെല്ലാം തന്നെ ഇങ്ങനെ വരുമ്പോഴും അവർ ആത്മാർത്ഥമായിട്ട് ആധ്യാത്മികത ചിന്തിക്കുന്നുണ്ടോ? വൈവാഹിക ജീവിതമെല്ലാം തന്നെ തകർന്നു. ഫാമിലി കോടതികളിലാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ, അവിടെയെല്ലാം തന്നെ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന രംഗങ്ങൾ, അമ്മായി അമ്മയായാലും അമ്മായി ചിലയായാലും എല്ലാവരും അവരവരെ മുതലെടുക്കുന്ന രീതി, അങ്ങനെ എല്ലാ തരത്തിലും അധപ്പതിച്ച വൈവാഹിക ബന്ധം അതിങ്ങനെ തലകുത്തി അല്ലെങ്കിൽ ഒടുകുത്തി വാഴുമ്പോഴാണ് വാസ്തവത്തിൽ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ഈ സംഗതി നിയന്ത്രിക്കാൻ ആരുമില്ല. നിയന്ത്രിക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല, നിയന്ത്രിക്കാൻ അവകാശമില്ലാത്ത രീതിയിൽ നമ്മൾ അധപ്പതിച്ചു. അച്ഛനന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അർഹതയില്ലാതെ പോയി. എന്റെ ഇതിനെല്ലാം കാരണം ആധ്യാത്മികതയില്ലാതെ പോയി. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, നല്ല തിക്കും തിരക്കും എല്ലാം തന്നെ ഗുരുവായൂരും മമ്മിയൂരും എല്ലാം തന്നെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്, നല്ല ഊന്തി തള്ളി വഴിപാടുകൾ കഴിക്കുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉത്തരവാദികളായിട്ട് വളർന്നു വരുന്ന സമൂഹത്തെ മെരുക്കിയെടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഹോമങ്ങൾ നടത്താഞ്ഞിട്ടാണോ? പൂജകൾ നടക്കാഞ്ഞിട്ടാണോ? ശ്രീരുദ്ര അതിരുദ്ര മഹാരുദ്രം എല്ലാം തന്നെ നടക്കാഞ്ഞിട്ടാണോ? ഇത്തരത്തിൽ കേമത്തം വഹിക്കുന്ന യാഗങ്ങളും അതെല്ലാം തന്നെ സത്രങ്ങളും സപ്താഹങ്ങളും നടക്കാഞ്ഞിട്ടാണോ? ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നടക്കുമ്പോഴും എന്റെ അനുദിനം ഇങ്ങനെ നശിച്ച രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ ആധ്യാത്മികതയില്ല, ആർഭാടമുണ്ട് താനും. അപ്പോൾ നമ്മളെല്ലാം തന്നെ ആർഭാടം കാട്ടിക്കൊണ്ട് പോകുമ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്ന ഉള്ളിത്തട്ടി ഉണരേണ്ട സംഗതി അതില്ലാതെ പോകുന്നു. അപ്പോഴാണ് ചോദിക്കേണ്ടത് കോഹം, ഞാൻ ആരെ എന്ന് ചോദിക്കണം. ഞാൻ വാസ്തവത്തിൽ ആരെ എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള ധാരണയിലേക്ക് വരുമ്പോൾ ഞാൻ ഈശ്വരൻ തന്നെ, മമ്മിയൂർത്തേവരായാലും ഗുരുവായൂരപ്പനായാലും ഞാൻ തന്നെ ആണോ എന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ തമ്മിൽ തല്ലുകയില്ല, തല കീറുകയില്ല, വിഭാഗീയത വച്ചു പുലർത്തുകയില്ല,
വിഭിന്ന ചിന്താഗതികളെല്ലാം തന്നെ സമന്വയിപ്പിക്കപ്പെട്ട് നല്ല സുന്ദരമായിരിക്കുന്ന സമത്വം നമുക്കുണ്ടാകുമ്പോൾ യോഗാവസ്ഥയെ പ്രാപിക്കും. ഇത് സനാതനം. അപ്പൊ എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുറെ പുഷ്പാഞ്ജലി നടത്താനും വഴിപാട് നടത്തിക്കൊണ്ട് നമ്മൾ കാര്യം കാണാനുമാണെന്ന് മാത്രം ധരിക്കരുത്. ക്ഷയാത്രായതേ എന്നെല്ലാം തന്നെ നിർവചനം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകളെല്ലാം തന്നെ ഉണക്കാനുള്ളതാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ വന്ന് വെറുതെ പ്രാർത്ഥിച്ച് കുറെ വഴിപാട് കഴിച്ചിട്ട് പോയാൽ പോരാ, അവിടെ കുറച്ചുനേരം ഇരുന്ന് ജപിക്കണം. ജപിച്ച് ഈശ്വരാംശത്തെ മുഴുവൻ സംശീകരിക്കാൻ ശ്രമിക്കണം. കുറേശ്ശെ പ്രയത്നിച്ചുകൊണ്ട് അവസാനമാകുമ്പോഴെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ എത്താൻ കഴിയുന്നാൽ അവിടെ ആധ്യാത്മികത എന്ന് പറയുന്നത് വെറുതെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നേടിയെടുക്കാനുള്ള സംഗതിയുമല്ല, വളരെ തപസ്സാവശ്യമുള്ള സംഗതിയാണ്. അപ്പൊ ഈ തപസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും ഒരു പ്രത്യേക രീതിയിൽ ഒരുക്കിയെടുത്തുകൊണ്ട് സുന്ദരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ ആധ്യാത്മികത കിട്ടൂ. നിങ്ങൾ ശ്രീകോവിലിന്റെ പുറകോശം വെച്ചിരിക്കുന്ന സ്വയംവര പാർവതിയുടെ ചിത്രമൊന്ന് നോക്കണം. മമ്മിയൂർ വന്നിട്ട് ഇതിന് പ്രദർശനം വെച്ച് ഓടി പോയിട്ട് കാര്യമില്ല. മമ്മിയൂർ ശിവക്ഷേത്രത്തിന്റെ ആ ശിവാലയത്തിന്റെ ശ്രീകോവിലിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന അത്യന്തം സുന്ദരമായിരിക്കുന്ന ഒരു പാർവതിയുടെ സ്വയംവര പാർവതിയുടെ ചിത്രം കാണാം. ഞാൻ എപ്പോഴും ഇവിടെ സ്മരിക്കാൻ കാരണം, ഞാൻ വരുമ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് ഈ അമ്പലം കത്തിയ കൊല്ലം 71-ല് ആ കാലഘട്ടത്തിൽ കണ്ട അതേ ചിത്രത്തിലെ ആ സൗന്ദര്യം, ഏതൊരു ദേവിയാണോ ഈ ബാലാർക്കായത് സുപ്രഭം കരതലേ ലോലംബ മാലാകുലം മാലം സന്തതി മനോഹരതനും മന്ദസ്മിതം ജന്മഹിം മന്ദം മന്ദമുപേയുഷീം വരയിതും ശംഭും ജഗന്മോഹിനിം വന്ദേ ദേവമുനീന്ദ്രവന്ദിതമതാം ഇഷ്ടാർത്ഥത പാർവതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരണമാല്യവും ഏന്തിക്കൊണ്ട് അത് ശിവന്റെ കഴുത്തിൽ ഇടാൻ പോകുന്ന ദേവിയുടെ ചിത്രമെന്ന് നോക്കൂ. മന്ദം മന്ദമുപേയുഷീം, വളരെ പതുക്കെ അന്നമലയായിട്ട് കയ്യിൽ ഈ പറയുന്ന മാലയിൽ ഏന്തിക്കൊണ്ട് ശിവപെരുമാളിന്റെ കഴുത്തിലേക്ക് ഇടാൻ വേണ്ടി പോകുന്ന സ്വയംവര പാർവതിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതാണ് വിവാഹവേദിയിലേക്ക് കടന്നു വരുന്ന ഒരു വധുവിന്റെ ഭാവം. ആരെയാണ് നാം സ്വീകരിക്കുന്നത്? സാക്ഷാൽ ശംഭു എന്ന് പറയുമ്പോൾ ശം എന്ന് പറയുന്ന സനാതനമായിരിക്കുന്ന ശാന്തി, ഒരിക്കലും അസ്തമിക്കാത്ത സമാധാനം അത് ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ആ ഈശ്വര സ്വരൂപമാണ് ശംഭു ശങ്കരൻ. ആ ശംഭുവിന്റെ കഴുത്തിലേക്ക് മാലയടിയാൻ പോകുന്ന അതേ ആ വധുവിന്റെ സ്വയംവര പാർവതിയുടെ കെട്ടുമട്ടമെല്ലാം തന്നെ ആർജിച്ച് ഒരു സ്ത്രീരത്നം ഒരു പുരുഷന്റെ കഴുത്തിലേക്ക് ഇത് അടിയുമ്പോൾ വാസ്തവത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല. എന്റെ ഇല്ലാതെ പോയത് നമുക്കതൊന്നും അറിയാതെ പോയി. നിങ്ങൾ ലളിതാ സഹസ്രനാമം ഉച്ചസ്ഥലം വായിക്കാറില്ലേ? കാലത്തും വൈകുന്നേരമൊക്കെ വായിക്കും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വായിക്കും. അത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയും സമൂഹം നടത്തും. ഇതൊക്കെ നടത്താറുണ്ട്. എങ്കിൽ കൂടി കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര എന്ന് പറയുന്ന മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതൊരു മമ്മിയോർ ദേവരാണോ സാക്ഷാൽ ജഗദീശ്വരിയുടെ കഴുത്തില് ഈ പറയുന്ന മാലയാർത്തികള് താലിയാർത്തികള് അതുകൊണ്ട് ശോഭിതമായിരിക്കുന്ന ഗന്ധരത്തോടുകൂടി കഴുത്തോടു കൂടിയിട്ടുള്ളവരെ സ്മരിക്കുമ്പോഴും ബന്ധമോ കാമേശ ബദ്ധ സൂത്രമംഗലം മംഗലസൂത്രം. അപ്പോ കാവേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത ഗന്ധര അത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ പറയുന്ന താലി. ആ താലിയെല്ലാം തന്നെ കഴുത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കണം. താലിയെല്ലാം തന്നെ മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. ഇന്ന് താലി പൊട്ടിച്ചെറിയാൻ യാതൊരു മടിയുമില്ല ഇന്നത്തെ കുട്ടികൾക്ക്. താലി പൊട്ടിച്ചെറിയാൽ മാത്രമല്ല താലിക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ അത് മുക്കളിന്റെ ഭാഗത്ത് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കുന്ന താലിമാലയാണ് എല്ലാവരുടെയും കഴുത്തിൽ. ഇവിടെ പറയുന്നത് ഈ പറയുന്ന കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത ഗന്ധരായെന്നാണ്. ഏതൊരു കഴുത്താണോ ഈ പറയുന്ന യോഗീശ്വരിയുടേത്, ഈ പറയുന്ന സ്വയംവര പാർവതിയുടേത്, അവിടെ ഒതുങ്ങിക്കിടക്കുന്ന ആ താലി മറ്റാർക്കും കാണാൻ പറ്റാത്ത, പ്രത്യേകിച്ചും നമ്മൾ ഈ മുഖമെല്ലാം അയറ്റിക്കൊണ്ട് കിടക്കുന്ന സുന്ദരി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിവ്രത രത്നം തന്റെ താലി ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുകയില്ല. അങ്ങനെയുള്ള താലിയെ പറ്റി പറയുമ്പോൾ തമ്മിലുള്ള ബന്ധം അരക്ക് തുറപ്പിച്ച രീതി എന്നാലോചിച്ചു താലിയുടെ പ്രാധാന്യം. ഇതുപോലെ തന്നെ മറ്റൊരു മന്ത്രത്തിൽ വളരെ ഗഹനമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കാമേശജ്ഞാന സൗഭാഗ്യമാർന്ന പോലും അതിനെ വ്യാഖ്യാനിക്കാൻ കൂട്ടാക്കുന്നില്ല. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ദമ്പതികളെല്ലാവരും തന്നെ കോടതികൾ പോലും പറഞ്ഞു കൊടുത്തോ നിങ്ങൾ വിവാഹേതര ബന്ധം ആയിക്കോളൂ, വിവാഹേതര ബന്ധം ആയിക്കോളെ. അപ്പോ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളായിരിക്കുന്ന ഭാഗ്യവൃത്യം അല്ലെങ്കിൽ അങ്ങനെ ഏകഭക്തി വ്രതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സനാതനമായിരിക്കുന്ന ഈ ധർമ്മമെല്ലാം തന്നെ വ്യതിചലിച്ചുകൊണ്ട് എന്തുമായിക്കൊള്ളാൻ ഇങ്ങനെ സാക്ഷ്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ എല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് അനിവാര്യമായിരിക്കുന്ന മനുഷ്യജന്മത്തിന് അത് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ സനാതനത്വം ആ സമ്പാദിക്കാൻ നമ്മൾ ഒരുമ്പട്ടേ മതിയാവൂ, തയ്യാറെടുത്തേ മതിയാവൂ. നമ്മൾ വെറുതെ കിടന്നു എന്നെ വിളിച്ചിട്ട് കാര്യമില്ല.
ഇന്നത്തെ തലമുറ മുഴുവൻ ചരസും കഞ്ചാവും അത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും ഇതെല്ലാം തന്നെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെല്ലാം നശിക്കുകയാണെന്ന് ഇങ്ങനെ മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആധ്യാത്മികതയാണ്. എനിക്ക് വളരെയേറെ ആചാര്യന്മാരെ അറിയാം. 50 കൊല്ലക്കാലമായി വക്കീൽ പണിയും ഇത്തരത്തിലുള്ള പ്രസംഗവും കൊണ്ട് നടക്കുന്നത്. അനവധി ആചാര്യന്മാരെ അറിയാം. അവർക്ക് എല്ലാവർക്കും തന്നെ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്താഗതി അല്ലാതെ ദക്ഷിണ പറയുക, ദക്ഷിണ വാങ്ങുക, കാശ് വാങ്ങിക്കൂട്ടുക, സമ്പാദിക്കുക, ഭാഗവതമെല്ലാം തന്നെ വിറ്റ് കാശുണ്ടാക്കുക, പുരാണങ്ങളെല്ലാം തന്നെ വേദവ്യാസ വിരചിതങ്ങളായവ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും ഈ മാനവരാശിക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്ന രീതിയിൽ പ്രവർത്തിക്കാതെ എല്ലാവർക്കും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ഛേദമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മുടെ ഈ ആഗോളതലത്തിൽ, ഭാരതത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ എല്ലായിടത്തും കാണാം. ആധ്യാത്മികത എന്ന് പറയുന്നത് അക്ഷരത്തിലും അർത്ഥത്തിലും അനുസരിക്കാൻ കൂട്ടാക്കാതെ പോകുന്നതുകൊണ്ടുണ്ടാകുന്ന കേടാണ് നമ്മൾ അനുഭവിക്കുന്നത്. സനാതനത്വം എന്ന് പറയുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ തരത്തിലും ഈ ദേഹം, അതിലടങ്ങിയിരിക്കുന്ന ദേഹി, ആ ദേഹി വാസ്തവത്തിൽ പ്രവർത്തനോ നിവർത്തനോ യാതൊന്നുമല്ല. കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കർത്താവും ഭർത്താവുമല്ല, അയാളാണ് ഞാൻ എന്നുള്ള ചിന്തയിൽ എതിർച്ചയായി കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. പ്രബന്ധത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. അത്തരത്തിലുള്ള രീതിയിൽ പോകുമ്പോഴാണ് വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ദേഹോഹം എന്നുള്ള ബുദ്ധി, ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി, അത് വാസ്തവത്തിൽ മോഹമാകാതെ അതിൽ നിന്നുള്ള മോചനം വേണമെന്ന്. അധ്യാത്മരാമായണത്തിൽ വിച്ഛിന്നാഭിഷേക രംഗത്ത് തന്നെ മറ്റൊരു പ്രയോഗം ഈ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരന് പറഞ്ഞു കൊടുക്കുന്നില്ലേ? ദേഹം നിമിത്തം അഹംബുദ്ധിയിലായിക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ദേഹം നിമിത്തം അഹംബുദ്ധിയിലായിക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. മനുഷ്യനെന്നല്ല, ജന്തുക്കൾ. അപ്പൊ എല്ലാ തരത്തിലും ജനിച്ച ഈ ജന്തുക്കൾ, ജീവജാലങ്ങൾ ഈ ശരീരത്തെ ഇങ്ങനെ താലോലിക്കുന്നതുകൊണ്ട് ദേഹം നിമിത്തം അഹംബുദ്ധിയായിക്കൊണ്ട് അഹങ്കാരം എന്ന് പറയുന്ന ഉണ്ടാകുന്നത് ഈ ശരീരം കൊണ്ടാണ്. സംസാരത്തിന് കാരണമാണ് ശരീരമെന്ന് മറ്റൊരു ചിന്ത. ശരീരം കൊണ്ടാണ് ഈ സംസാരത്തെ ഉണ്ടാക്കിയത്. ജനിക്കാൻ കാരണം, ജനിപ്പിക്കാൻ കാരണം, അങ്ങനെ എല്ലാ തരത്തിലും സംസാരം എന്ന് പറയുന്ന ഈ ദുഃഖത്തിന്റെ എല്ലാത്തിന്റെ ആവർത്തന ചക്രത്തിൽപ്പെട്ട് ഉഴലാൻ കാരണം ശരീരം. അങ്ങനെയുള്ള ദേഹം നിമിത്തം അഹംബുദ്ധിയിലേക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരോധിക്കും. അവിടെയാണ് ബ്രാഹ്മണോഹം, നരേന്ദ്രോഹം, ആഢ്യോഹം എന്ന ആമ്രേടിതം കലർന്നിടം ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകിലാം, എന്ന് വെണ്ണീറെ ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴെ കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, നന്നല്ല ദേഹം. ഈ ശരീരത്തെ നല്ലതല്ല എന്ന് പറഞ്ഞു, പക്ഷേ നല്ലതാണ് ഇതുവരേക്ക്, ഈ കാര്യങ്ങൾ അറിയുന്നവരേക്ക്. ഇതിനൊരു ഉപകരണമാക്കിക്കൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട്, ഇതിനൊരു പരീക്ഷണശാലയാക്കിക്കൊണ്ട് ഇതിലൂടെ കിട്ടേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് പോകുമ്പോൾ അത്ര കാലത്തേക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഉപാധിയാണ്. അത്തരത്തിലുള്ള ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നേടേണ്ട ശരീരം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമല്ല. ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മാർഗം മാത്രമാണ്. അതിനെ ഉപയോഗിക്കേണ്ട രീതി മാത്രമേ ഉള്ളൂ. ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ആരോഗ്യമുള്ള ബോധം ഉണ്ടാക്കിയെടുക്കലാണ്, ഞാൻ മറ്റാരുമല്ല, ഞാൻ ഈ പറയുന്ന രീതിയിൽ ആത്മാവ് തന്നെയെന്ന്. ഒന്നുകൂടി നിങ്ങൾ കടക്കും ഈ അഭ്യന്തരമായത്തിൽ തന്നെ മറ്റൊരിടത്ത് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യണം. അത്യന്തം സുന്ദരമായിട്ടുള്ള ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ കർമ്മമൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നെല്ലാം തന്നെ ഭഗവത്ഗീതയിലൂടെ നമ്മൾ പറയുന്നു. എങ്കിൽ കൂടി കർത്താവുമല്ല ഭർത്താവുമല്ല ഞാൻ എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും ജനിച്ചുപോയ മനുഷ്യൻ അവന്റെ ശരീരത്തെ ഉപയോഗിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങൾ ചെയ്തേ മതിയാവൂ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനുമാണ്. അപ്പൊ ഏതായാലും കർമ്മം ചെയ്തേ മതിയാവൂ. ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം? സംഘങ്ങളൊന്നിലും കൂടാതെ. അപ്പോൾ നമ്മൾ ഓരോരോ പ്രവൃത്തികളിൽ വ്യാപൃതരാകുമ്പോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന കഴിയുന്നത്ര ഒഴിവാക്കുക. അല്ലെങ്കിൽ കൂടുതൽ ആസക്തിയില്ലാതെ അല്പാൽപ്പം വിദഗ്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരോ പ്രവർത്തനവും കാഴ്ചവെക്കുക. നമ്മുടെ പ്രവൃത്തികളെല്ലാം നിഷ്കാമമാകട്ടെ എന്ന്. എന്റെ ചെറുപ്പകാലത്തെ രാഷ്ട്രീയ സേവകന്മാര്, അന്നത്തെ മന്ത്രിമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരും പേടിച്ച്, പ്രജകളെ പേടിച്ച് ഇങ്ങനെ നടന്നിരുന്നൊരു കാലഘട്ടമല്ല. രണ്ടുപേരുടെ പോലീസുകാരും നിക്കറിട്ടവരും കൂർത്ത തൊപ്പി വെച്ചവരും അവരുണ്ടാവും. അവിടെ തോക്കുമില്ല, ഒന്നുമില്ല, 2 വടിയും ഉണ്ടാവും. അതാണ് അന്നത്തെ കാലഘട്ടത്തിൽ മന്ത്രിയുടെ യാത്ര. ആ മന്ത്രിമാരെല്ലാവരും തന്നെ പോകുമ്പോൾ പ്രജകളെ പേടിയില്ല. ഇന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രജകളെ പേടിച്ച് കിടക്കുന്ന ഭരണകർത്താക്കൾ ഇങ്ങനൊരു ലോകം കണ്ടിട്ടുണ്ടോ? അപ്പൊ എല്ലാ തരത്തിലും അതപ്പതിച്ച അങ്ങേറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിയ ഈ സാഹചര്യത്തിൽ എന്റെ ഈ ഭയത്തിന് കാരണം വാസ്തവത്തിൽ അറ്റാച്ച്മെന്റ്. ഏത് രീതിയിലാണോ ഇവരെല്ലാം തന്നെ അറ്റാച്ച്ഡ് ആകുന്നത്,
ഏതൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ആ എല്ലാ തരത്തിലും നമ്മൾ ആസക്തിയുള്ളവരായി തീരുന്നതുകൊണ്ടുണ്ടാകുന്ന കേട്, അതൊരു കെടുതിയാണ്. അവ എല്ലാ തരത്തിലും കേടും കെടുതിയല്ലെന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഈ ആസക്തിയിലൂടെയാണ്. കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ വേണം കർമ്മം ചെയ്യുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുമ്പോൾ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, അപ്പൊ അറ്റാച്ച്മെന്റ് പാടില്ല, അത്തരത്തിൽ വേണം കർമ്മങ്ങൾ ചെയ്യാമെന്ന്. എത്ര പേരുണ്ട് അത്തരത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവര്? ഇത് സനാതന ധർമ്മത്തിന്റെ സംഭാവനയാണ്, സന്ദേശമാണ്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ഭഗവാൻ ഈ പറയുന്ന മമ്മിയൂർ ദേവരുടെ അത്യന്തം സുന്ദരമായിരിക്കുന്ന ഒരു കഥാഗോളം പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് ദക്ഷയാഗമാണ്. ദക്ഷയാഗം മിക്ക പുരാണങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ദക്ഷയാഗം ദക്ഷന്റെ കഥ അവതരിപ്പിക്കുകയും ദക്ഷപത്നിയായിരിക്കുന്ന ദാക്ഷായിനി ഭഗവാന്റെ പത്നിയാവുകയും ഭഗവത് പത്നിയായിരിക്കുന്ന ദാക്ഷായിനി സതി എന്നുള്ള നാമധേയത്തോടും ദക്ഷന്റെ യാഗശാലയിലേക്ക് കടക്കുന്നതും അവിടെ ചെന്നപ്പോൾ നിഷ്കാസിതയായ അല്ലെങ്കിൽ എല്ലാ തരത്തിലും തള്ളിപ്പറയുന്ന അച്ഛനെ കണ്ടപ്പോൾ അഭാസിയായിട്ടുള്ള ആ അമ്മ സ്വശരീരത്തെ കത്തിക്കുന്നതും ദക്ഷയാഗത്തിന്റെ കഥാഗോളത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദർഭങ്ങളാണ്. എന്തുകൊണ്ട് ഇതെല്ലാം തന്നെ സംഭവിച്ചു എന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ദക്ഷൻ സാക്ഷാൽ ജഗദീശ്വരിയെ പ്രാർത്ഥിച്ച് സമ്പാദിച്ച മകളാണ്. പരാശക്തിയോട് തപസ്സനുഷ്ഠിച്ചുകൊണ്ട്, അല്ലയോ ആദ്യ പരാശക്തിയെ, നീ തന്നെ എനിക്ക് മകളായിട്ട് വരണം, നീ മകളായിട്ട് വന്നിട്ട് കൈലാസനാഥനായിരിക്കുന്ന ആ രുദ്രന്റെ പത്നിയായിട്ട് തീരണമെന്ന് പ്രാർത്ഥിച്ചു വാങ്ങിയതാണ് ദാക്ഷായിനി. അപ്പോൾ ദാക്ഷായിനി എന്ന് പറയുന്ന പുത്രി എന്തുകൊണ്ട് യോഗ്യയായിട്ടുള്ള അവതാര സ്വരൂപ ഭഗവാന്റെ ധർമ്മപത്നിയാകാൻ യോഗ്യതയുള്ള അവരെ ഇത്തരത്തിൽ വിവാഹത്തിന് ഏർപ്പാടുകൾ ചെയ്ത് ഭഗവാന്റെ പത്നിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഭഗവാനെ കൂട്ടാതെ ഭഗവത് പത്നിയായിരിക്കുന്ന ആദിപരാശക്തിയെ ഏതൊരു ദക്ഷനാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് അവരെ പോലെ ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് ഈശ്വരനെയും ഈശ്വരിയെയും ബ്രഹ്മത്തെയും മായയെയും പ്രകൃതി പുരുഷന്മാരെയും അവ ഈശ്വര തത്വത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിരാകരിച്ചുകൊണ്ട് ആ യാഗം നടത്തിയതിന്റെ ഫലമല്ലേ കല അറ്റുപോയ ദക്ഷൻ. വേറൊരു കഥാപാത്രം വേണ്ട നമുക്ക് പഠിക്കാനായിട്ട്. സനാതന മൂല്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ദക്ഷകഥയിലെ ദക്ഷൻ തന്നെ മതി. നമ്മൾ എപ്പോഴും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർത്തവ്യങ്ങൾ നിർവഹിക്കുക. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് കാണാം. അപ്പൊ ഈ ദക്ഷയാഗമെല്ലാം തന്നെ വിഘ്നം വരാൻ കാരണം ഈശ്വരനെ സ്മരിക്കാതെ ചെയ്തതെന്നാണ്. വേറൊരു കഥാസന്ദർഭവും കൂടി ഭാഗവതം നിങ്ങൾ നോക്കേണ്ടത് രാജസൂയവേള. ഈ രാജസൂയം എന്ന് പറയുന്നത് വളരെ കേമത്വം വഹിക്കുന്ന ഒരു യാഗമായിരുന്നില്ലേ? ലോകം മുഴുവൻ എല്ലായിടത്തും ഇയാൾ ഈ പറഞ്ഞ വിജയശ്രീലാളനായി ധർമ്മപുത്രന് രാജസൂയം നടത്തിയിട്ട് പിന്നാലെ വന്നതാണ്ട ചൂതുകളി. രാജസൂയം കഴിഞ്ഞ് പിന്നാലെ ശകുനിയുടെ നേതൃത്വത്തിൽ കൗരവന്മാരും ഈ പാണ്ഡവന്മാരും തമ്മിൽ നടന്ന ചൂതുകളി. ആ ചൂതുകളി നടന്നിട്ട് ഈ പറയുന്ന ശകുനിയുടെ ആ എല്ലാ തരത്തിലുള്ള കുരുട്ടു ബുദ്ധികളുമെല്ലാം തന്നെ അവിടെ പ്രയോഗിച്ചത് കൊണ്ട് ഇവർ ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാരെല്ലാവരും അജ്ഞാതവാസത്തിനും അതുപോലെ കാരണവാസത്തിനും വനവാസത്തിനും ഒക്കെ ഇരകളായി. നോക്കൂ, നല്ലൊരു കാര്യമാണ് ഈ രാജസൂയമെങ്കിൽ രാജസൂയം എന്ന് പറയുന്ന നല്ലൊരു കർമ്മം നിർവഹിച്ചിട്ട് അതിലൂടെ ഉണ്ടാകുന്നത് രാജ്യം നഷ്ടപ്പെടലാണെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൂടി ചിന്തിക്കണ്ടേ? രക്ഷയാകും പോലെ രാജസൂയവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഈശ്വരന്മുഖമായിട്ട് ചെയ്യാത്തതിന്റെ പരിണതഫലമാണത്. എല്ലാം തന്നെ ഈ പറയുന്ന മമ്മിയൂർ ദേവർക്കും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും എല്ലാം സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് ഗതികേട് വരില്ല. ദക്ഷയാഗം കഥയില് വിഘ്നം സംഭവിക്കാൻ കാരണം ഭഗവാനെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈലാസത്തിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയില്ല എന്നല്ല, ഈശ്വരന്റെ സാന്നിധ്യം ഇയാൾ ഓർത്തതേയില്ല. ഏതൊരു ഈശ്വരനാണോ മമ്മിയൂർ ദേവർ കൈലാസനാഥനായിരിക്കുന്ന ശിവപെരുമാൾ അദ്ദേഹത്തെ സ്മരിച്ചതേയില്ല. തന്റെ കേമത്തെ കാണിച്ചുകൊണ്ട് വലിയൊരു യാഗം നടത്തി എന്ന് മാത്രം. ഡംബിരിയാഗം കഴിക്കുക എന്നുള്ള പ്രയോഗം മലയാള ഭാഷയിൽ വന്ന തരത്തിലാണ്. ഡംബിരിയാഗം നടത്തുക, അങ്ങനെ തന്റെ ഡംബ കാണിച്ചുകൊണ്ട് എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഒരു യാഗം നടത്തിയതിന്റെ ഭരണഫലമായിട്ട് എന്തുണ്ടായി? ദാക്ഷായിനിയെ ഇങ്ങനെ നിരസിച്ചുകൊണ്ട് ഓടിച്ച് പുറത്താക്കിയപ്പോൾ ക്രുദ്ധനായി തീർന്ന ഈ പറയുന്ന അല്ലെങ്കിൽ ദേവി സ്വശരീരത്തെ ത്യജിച്ചപ്പോൾ കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ അവിടെ വീരഭദ്ര പെരുമാളും കാളിമാതാവും എല്ലാം ഉറഞ്ഞാടിക്കൊണ്ട് ഈ പറയുന്ന ദക്ഷന്റെ കഴുത്തെല്ലാം തന്നെ വെട്ടിക്കളഞ്ഞ് കബന്ധമായിട്ട് ദക്ഷന്റെ ഇരിപ്പ് ആലോചിച്ചു നോക്കും. കബന്ധം, തലയില്ലാത്തൊരവസ്ഥ. ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി വരാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ തലയുള്ളവരാണോ? സനാതനം എന്ന് പറയുന്നതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗത്തേക്ക് ഇറക്കുകയാണ് തലയുള്ളവരാണോ? തലയെല്ലാം ഉണ്ട് കഴുത്തിന് മേലെ, തല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി തലമുടിയായാലും മുഖമെല്ലാം തന്നെ ഇങ്ങനെ തേച്ച് വിലക്കി ഭംഗിയായിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അവകാശവാദം. പക്ഷെ തല എന്ന് പറയുന്നത് ഈ ഉത്തമംഗം അത് കഴുത്തിന്റെ മുകളിൽ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിക്കാൻ കാരണം എന്താ? ഇന്നത്തെ യുവതലമുറ
ഇന്നത്തെ കുട്ടികളും ഇന്നത്തെ മുതിർന്നവരും ഇന്നത്തെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും എല്ലാവരും തലയില്ലാത്ത രീതിയിലല്ലേ പോകുന്നത്. ഈ തല എന്ന് പറയുന്ന ഉത്തമാംഗമാണ് ഭഗവാന്റെ ഇരിപ്പിടമായിരിക്കുന്ന ശ്രീകോവിൽ എന്ന തന്ത്രം. തന്ത്രം പഠിക്കുന്നവരെ രഥയാത്ര രീതിയിൽ ഈ പറയുന്ന ക്ഷേത്ര നിർമ്മാണം നടത്തുന്നവരെ അവിടെ വിഷ്ണുവായാലും ശിവപെരുമാളായാലും അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലില് അത് തലയാണ്. അപ്പൊ ഏതൊരു തലയാണോ ശ്രീകോവിലായിട്ട് നിൽക്കേണ്ടത് അതിന് അപകടം സംഭവിച്ചു. ആ ശ്രീകോവിൽ തല എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സങ്കേതം അത് വാസ്തവത്തിൽ മലീമസമായി എന്ന് മയക്കുമരുന്ന് കൊണ്ടും വിദ്യ ഇല്ലാത്തത് കൊണ്ടും അപകടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തലയുടെ ഉടമയായിട്ട് മാറിയെന്ന്. ഈ തലയെ തന്നെയല്ലേ ചിന്തയാകുന്ന മണിമന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഭാഗവതത്തില് ചിന്താമണി എന്ന് പറയുന്ന ഗ്രഹം സൃഷ്ടിച്ചുകൊണ്ട് ചിന്താമണി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ബ്രഹ്മാസനാസീനയായിരിക്കുന്ന അമ്മയെ ചിത്രീകരിക്കുന്ന ഈ തലയിൽ തന്നെയല്ലേ അവിടെ ഭഗവതി ഇരിക്കണം, അവിടെ ഭഗവാൻ ഇരിക്കണം, ശിവനായാലും വിഷ്ണുവായാലും അത്തരത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള തല അവിടെ അത്തരത്തിൽ അവരിയ്ക്കാതെ ആ ശ്രീകോവിലായിരിക്കുന്ന തല മലീമസമായത് കൊണ്ടുണ്ടായതല്ലേ തല അറ്റുപോയി എന്ന് പറയുന്ന ഒരവസ്ഥ. തല ഇല്ലാതെ പോയ ദക്ഷപ്രജാപതിയുടെ തല വാസ്തവത്തിൽ ഫിസിക്കലി ആ തല ഇല്ലാതെ പോയി. പക്ഷെ നമുക്ക് ഇപ്പോൾ വാസ്തവത്തിൽ തലയുണ്ട് ഫിസിക്കലി, പക്ഷെ തലയില്ല. തലയുണ്ടെങ്കിലും തലയില്ലാത്തൊരവസ്ഥയിൽ കാരണം എന്താ? മസ്തിഷ്കം എന്ന് പറയുന്നത് മരവിച്ചുപോയി. മരവിച്ചുപോയ മസ്തിഷ്കത്തിലേക്ക് കടന്നൊരു ആധ്യാത്മികത നിറഞ്ഞു തുളമ്പുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സഹസ്രാരാംബികം എന്ന് പറയുന്ന 1000 ഇലകളുള്ള താമരപ്പൂവ് തല എന്ന് പറയുന്ന സങ്കേതത്തിൽ ദുർവാസവസ്വാമി ഇങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ സഹസ്രാര അമ്പുജാരൂഢ സുധാസാരാഭിവർഷിണി എന്ന് പറയുമ്പോൾ അവിടെ ഈ അമൃതമെല്ലാം തന്നെ ഒഴിഞ്ഞു കേൾക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടാകണ്ടേ? അമൃതം എന്ന് പറഞ്ഞാൽ മൃതം അല്ലാത്തൊരവസ്ഥ. നമ്മൾ മരിക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സങ്കേതത്തിലേക്ക് എത്തണ്ടേ? മൃതമായിരിക്കുന്ന ഒരു ഭാവത്തിലുള്ള അമൃതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആഹ്വാനം തന്നെ മൃത്യുവർമ്മ അമൃതംഗമയ. അപ്പൊ ഇത്തരത്തിൽ ആഹ്വാനം നടത്തുന്ന സനാതന ധർമ്മം പ്രത്യക്ഷത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ അമൃതത്തിലേക്ക് എത്തണമെങ്കിൽ എവിടെ ചെല്ലണം? തലയിൽ ചെല്ലണം. തല എന്ന് പറയുന്ന ഉത്തമാംഗത്തിൽ കിടക്കണം. തല എന്ന് പറയുന്ന സഹസ്രാര പത്മത്തിലേക്ക് പ്രവേശിക്കണം. അമൃതം ഇങ്ങനെ നിറഞ്ഞു വളർന്ന സുഭാസിന്റെയോ അവിടെ തന്നെ ചെന്നൈ മതിയാവൂ. എന്നിട്ട് തല എന്ന് പറയുന്ന അവിടെയുള്ള ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ഈശ്വരിലേക്കുള്ള ദ്വാരം അത് ഇട്ടുവന്നിരിക്കുന്ന തലയുടെ പ്രാധാന്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. ദ്വാരക ചിന്തിച്ചു നോക്കി സനാതനം. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന വാക്ക് അവതരിച്ച് പഠിക്കാനായിട്ട് പുരാണ ഇതിഹാസങ്ങളിലൂടെ കഥകളെയും സ്പീക്കർ പറയുന്ന മിത്തെന്ന് പറഞ്ഞാലും വിരോധമില്ല, വളരെ തെറ്റായിട്ട് കഥകളായിട്ടുള്ള കഥകളായിട്ട് അവശേഷിക്കുന്ന കാര്യങ്ങളെയെല്ലാം തന്നെ അവഗ്രഹിച്ചുകൊണ്ട് ആ കഥകളിലെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാൻ നോക്കുമ്പോഴും വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് വരും എങ്ങോട്ടേക്കാണ് കടക്കേണ്ടത്. എങ്ങോട്ടേക്ക് കടക്കണമെന്ന് പറഞ്ഞാൽ തലയിലേക്ക് എന്നുള്ള വ്യക്തമാണ്. തലയില്ലാതെ പോയി ദക്ഷ പ്രജാപതിക്ക് വീരഭദ്ര പെരുമാളത് വെട്ടി എന്നിട്ട് അഗ്നിയിലേക്ക് ആഹൂതി ചെയ്തു എന്ന് പറയുമ്പോൾ തലയില്ലാത്ത അവസ്ഥ അയാൾക്ക് പണ്ടേ വന്നു. കാരണം എന്താ? ഏതൊരു ഈശ്വരനാണോ, പരബ്രഹ്മമാണോ, സദാശിവനാണോ അല്ലെങ്കിൽ കൈലാസനാഥനാണോ തലയിൽ ഉണ്ടാകേണ്ടത് ആ തല പ്രവർത്തിക്കാതെ അദ്ദേഹത്തിന് സാന്നിധ്യമില്ലാതെ യാഗം നടത്തിയെന്ന് ഒന്നുകൂടി നിങ്ങൾ കടന്നു ചിന്തിക്കൂ. അത്യന്തം സുന്ദരമായിരിക്കുന്ന സൗന്ദര്യലഹരിയിലെ ആദിശങ്കരൻ നമ്മുടെ നാട്ടുകാരൻ അദ്ദേഹം എഴുതിയതാണ്, അല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഏതായാലും സൗന്ദര്യലഹരിയിൽ 9ാമത്തെ ശ്ലോകത്തിൽ മഹിമൂലാധാരേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് സഹരഹസ്യഭക്ത്യാ വിഹരസേ എന്ന് അവസാനിപ്പിക്കുമ്പോൾ തലയിലേക്ക് കടന്നു. ഏതൊരു തലയാണോ ഈ പറയുന്ന ഉത്തമാംഗമാണോ ഭഗവാന്റെ ആസ്ഥാനമായിട്ട് കൈലാസമായിട്ടുള്ളത്, അങ്ങോട്ടേക്ക് ഭഗവതി കയറി ചെന്ന് ആ ഭഗവതി ഭഗവാനുമായിട്ട് ഇടിച്ചേരുന്ന ഒരവസ്ഥ സാധിച്ചെടുക്കുകയാണ്. അപ്പൊ തല കളയാൻ കൊള്ളുവോ? അല്ലെങ്കിൽ തലയെ മാറ്റിവെക്കാൻ പറ്റുമോ? തല വെട്ടിക്കളഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? തല ഉള്ളപ്പോഴേ തന്നെ തലയില്ലാത്ത മലീമസമായ മദ്യവും മയക്കുമരുന്ന് കഴിച്ച് മരവിച്ച് മദ്യം ഒഴിച്ച് തലയുടെ ഉടമയായാൽ മതിയോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പൊ എല്ലാ തരത്തിലും തല എന്ന് പറയുന്ന ആ ശ്രീകോവിലേക്ക്, ഈശ്വര സാന്നിധ്യത്തിലേക്ക്, ആത്മഭാവത്തിലേക്ക്, അമൃതഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ അവസ്ഥയാണ് സനാതനം. സനാതനം എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ എടുത്ത് അമ്മാനമാടുകയാണ്. ഈ സനാതനം എന്ന് പറയുന്ന ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ പഠിച്ചു കയറണം. ദ്വാരക എന്ന് പറയുന്ന ഭഗവാൻ നിർമ്മിക്കുന്നത് ദ്വാരക എന്ന് പറയുന്ന തല, ദ്വാരക എന്ന് പറയുന്ന ദ്വാരമുള്ള സ്ഥലം, ബ്രഹ്മരന്ധ്രമുള്ള സ്ഥലം, ബ്രഹ്മരന്ധ്രമുള്ള തല, ഉത്തമാംഗം അല്ലെങ്കിൽ സഹസ്രാരപത്മമുള്ള ഈ സങ്കേതം, അമൃതം നിറഞ്ഞു വളർന്നുന്ന ആ പ്രദേശം, അത് വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നത് 3.25 നാഴികകൊണ്ട് വിശ്വകർമാവിനെ വിളിച്ച് കുശസ്ഥലി എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ പരമാത്മാവ് ജരാസന്ധനുമായിട്ട് 17 വട്ടം യുദ്ധകോലാഹലങ്ങൾ നടത്തിയതിനു ശേഷം ശ്രദ്ധിച്ചു എന്നാണ് ഭാഗവതം. 17 വട്ടം. ഈ 17 വട്ടം 23 അക്ഷൗഹിണിപ്പടയുമായിട്ട് വന്ന് ജരാസന്ധനെയും ആ ജരാസന്ധനെ കൊല്ലാതെ ജരാസന്ധ സൈന്യ സംഭാരങ്ങളെ മുഴുവൻ നിഷേധം നശിപ്പിച്ച ആ ഭഗവാൻ പിന്നാലെ സൃഷ്ടിക്കുന്നതാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 18ാമത്തെ യുദ്ധം.
അപ്പൊ ഏതായാലും ഈ ദ്വാരക നിർമ്മിച്ചതിന് ശേഷം 18ാമത്തെ യുദ്ധവും കൂടി വഴി അവസാനിപ്പിച്ചിട്ടാണ് രുക്മിണി സ്വയംവരം. എന്നിട്ടും കൊന്നില്ല ജരാസന്ധനെ. ജരാസന്ധനെ ഭഗവാൻ നിഷ്പ്രയാസം കൊല്ലാമെന്ന് നമ്മൾ കരുതും, പക്ഷെ കൊന്നില്ല, അത് മാറ്റിവെച്ചു. ഈ ജരാസന്ധനെ കൊല്ലാനുള്ള അവസരം ഒരുക്കുന്നത് രാജസൂയവേളയിലാണ്. രാജസൂയം കൊണ്ട് നേട്ടമൊന്നും ഉണ്ടായില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ പാണ്ഡവന്മാരെല്ലാവരും വാനപ്രസ്ഥ അല്ലെങ്കിൽ വനത്തിലേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടായി എങ്കിൽ കൂടി അവിടെ നല്ലൊരു കാര്യം നടക്കുന്നുണ്ട്. ജരാസന്ധൻ എന്ന് പറയുന്ന ശരീരാഭിമാനിയെ ഭഗവാൻ ഭീമസേനെ കൊണ്ട് കൊല്ലിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ. അപ്പൊ എല്ലാ തരത്തിലും കഥാഗോളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദ്വാരക നിർമ്മാണം നല്ലപോലെ അപഗ്രഥിച്ച് പഠിക്കണം. ദക്ഷയാഗം കഥ നല്ലപോലെ ചിന്തിക്കണം. രാജസൂയ കഥയിലൂടെ ഉണ്ടായ കേട്, ആ ദുരിതാവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കണം. ആരെയാണ് ബോധിക്കേണ്ടത് എന്നൊരു നിമിഷം മറന്നുപോയി. ഭഗവാൻ കൂടെയുള്ള സ്വന്തം സർക്കാരിയാണ് ഈ പാണ്ഡവന്മാരുടെ. എന്നിട്ട് പോലും ഭഗവാനെയാണ് അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ബോധം ഈ പറയും ധർമ്മോത്രാദികൾക്ക് ഉണ്ടായില്ല. ഇളയ സഹദേവൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്ന് ഒരു നിമിഷം ഈശ്വരനെ മറന്നാലുണ്ടാകുന്ന ഏറ്റവും ദുരിതപൂർണമായിരിക്കുന്ന അവസ്ഥ രാജസൂയൻ കഥയിലൂടെ പറയുമ്പോൾ ഭഗവാനെ വിളിക്കാതെ ക്ഷണിക്കാതെ തലയിൽ ഭഗവാനെ പ്രകടിപ്പിക്കാതെ അത്തരത്തിൽ യാഗം നടത്തിയ ദക്ഷന്റെ കഥയും ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിസുന്ദരമായിരിക്കുന്ന ആത്മഭാവം ഇതിലൂടെ എല്ലാം തന്നെ കടന്നു വന്നു. എന്താണ് കരണീയം, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഈ പറയുന്ന ഭാവത്തിലേക്ക് എത്തുക, ആ നേട്ടമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുള്ള സംസ്കാരമാണ് സനാതന സംസ്കാരം. അപ്പൊ നമ്മുടെ 18 പുരാണങ്ങൾ എടുത്ത് പഠിച്ചാലും ഉപപുരാണങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്താലും ഇന്ന് പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ബ്രഹ്മസൂത്രവും അതിനോടനുബന്ധമായിട്ടുള്ള ദശ ഉപനിഷത്തുകളും ഭഗവത്ഗീത എന്ന് പറയുന്നതും ഇതെല്ലാം തന്നെ അപഗ്രഹിച്ച് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആചാര്യ സമൂഹം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നില്ലേ? ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ്. നമ്മളിതെല്ലാം തന്നെ പറയുമ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ ലഭിക്കുകയോ നമ്മൾ ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചോ അങ്ങനെ ഉയർന്നോ എന്ന് ചിന്തിക്കേണ്ടത് ഈ പ്രസംഗിക്കുന്നവരുടെ ജോലിയാണ്. പക്ഷെ ഇന്ന് കാണുന്നത് ഈ അധരവ്യായാമം നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരെ സ്വയം മാറ്റത്തിന് വിധേയരാകുന്നില്ല. ഇത് ചിന്തിക്കുക. അപ്പൊ കേൾക്കുന്നവരെല്ലാവരും തന്നെ സ്വയമേവ മാറാൻ വിധിക്കപ്പെട്ടവർ മാറുകയും മതിയാവും, ഇത്തരത്തിൽ വളർന്നേ മതിയാവും. അതിനു വേണ്ടിയിട്ടാണ് മഹാ ഉപദേശം തന്നെ ഉപനിഷത്തുകൾ നൽകുന്നത്. ഉത്തിഷ്ഠത പ്രാപ്തിവരാഗ്നിബോധത. രമണ മഹർഷി എപ്പോഴും പറയും ജാഗ്രതയിൽ. ഈ ജാഗ്രത എന്ന് പറയുന്ന വാസ്തവത്തിൽ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ, ജാഗരൂകമാകുന്ന ഒരവസ്ഥ, അലർട്ടാകുന്ന രീതി. നമ്മൾ എല്ലായ്പ്പോഴും വളരെ ജാഗരൂകത പാലിച്ചില്ല എങ്കിൽ നാരായണ കല്ല് പോലെ ഒരു കലാപത്തിൽ വീഴും. ആഭ്യന്തരമെല്ലാം തന്നെ ചെയ്യുന്ന ഒരു വ്യവസ്ഥയിൽ വരുമ്പോൾ തക്കക്കേടും തരക്കേടും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബാധിച്ചുകൊണ്ട് നമ്മൾ തരത്താണ രീതിയിലേക്ക് പോകും. അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത് പാലിക്കണം. ഉത്തിഷ്ഠത, ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണെന്ന് തന്നെ ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. കെട്ടിക്കയറുന്നുണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ എല്ലാവരും തന്നെ ശബരിമലയിലേക്ക്. പക്ഷെ ആരും തന്നെ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തെ അവഗ്രഹിക്കുന്നില്ല. ഏതിലൂടെ കടന്നു വന്നാണ് ഈ തത്വമസി എന്നുള്ളത് ചിന്തിക്കുന്നില്ല. തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിന്റെ വ്യാഖ്യാനമായിട്ടാണ് അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന വിഗ്രഹത്തിൽ ചിന്മത്ര എന്നുള്ളതൊന്നും നമ്മൾ ധരിക്കുന്നില്ല. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉണരും. അങ്ങനെ ഉണരാനുള്ളൊരു പ്രത്യേക രീതിയിലുള്ള ആഹ്വാനം ഉത്തിഷ്ഠത എന്ന് പറയുന്ന കടോപനിഷത്തിലെ അത്തരത്തിലുള്ള ആഹ്വാനം അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രതയോടുകൂടിയിരിക്കും. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ജാഗ്രതയോടുകൂടി ഇരുന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതി, ഉയർന്നു വരാനുള്ള ഒരു പ്രത്യേക രീതി നമ്മൾ അവലംബിച്ചു കഴിയുമ്പോൾ നമുക്ക് തലയിലേക്ക് കയറി കിട്ടുന്നതാണ് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന സോഹം എന്ന് പറയുന്ന ഭാവം എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഞാൻ ആലോചിക്കുകയാണ്. 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ ആലിന്റെ വീട്ടിൽ കിടന്നു മുറികളില്ലായിരുന്ന കാലഘട്ടത്തിൽ ഏകാദശി വരാൻ വന്നതും തിക്കത്തരങ്ങളെല്ലാം തന്നെ അനുഭവിച്ചതും ഗുരുവായൂരമ്പലത്തിലെ വെള്ളം അവിടെ കുളിക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ട് മമ്മിയൂർ കുളത്തിലെ വെള്ളത്തിൽ കുളിച്ചതും ഇവിടെ പാമ്പപ്പെടുതാതെല്ലാം ഉള്ള ഈ ആലിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം ഇങ്ങനെ ഉണരും അതേ രീതിയിൽ കഴിച്ചു കൂട്ടിയ ആ ഉപാസന കാലഘട്ടം 71 മുതലേ ഉള്ള ആ കാലഘട്ടം അതിനു മുമ്പേ തുടങ്ങി. അപ്പൊ ഇത്തരത്തിലുള്ള കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. നമ്മളെ ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ മമ്മിയൂർ അമ്പലക്കുളത്തിലെ കൂടി ഗുരുവായൂരപ്പന്റെ ദർശനവും അതിന്റെ മുന്നോടിയായിട്ട് ഭഗവാൻ ശിവപെരുമാളെ കാണലും ഇതെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ എന്തിനാണ് ഈ മമ്മിയൂർ തേവരെ തേടുന്നത്? മമ്മിയൂർ തേവർ ജ്ഞാനസുലഭമായതുകൊണ്ടാണ്. നേരെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോയാൽ പോരാ. ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോയാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മോഹിനി വേഷം കെട്ടാൻ മടിയില്ലാത്ത, പല പല അവതാര വേഷങ്ങൾ കെട്ടാൻ മടിയില്ലാത്ത,
നമ്മളെ ഭ്രമിപ്പിക്കാൻ കൂട്ടാക്കാത്ത അല്ലെങ്കിൽ അത്തരം കൂസലില്ലാത്ത അവ എല്ലാ തരത്തിലും നമ്മളെ ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് വേണം? സാക്ഷാത് ഈശ്വര സ്വരൂപമായിരിക്കുന്ന ഈശ്വര എന്ന് പറയുന്ന അന്വർത്ഥമായിരിക്കുന്ന വാക്കിന്റെ ഉടമസ്ഥനായിരിക്കുന്ന അമ്മിയോർദേവർ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ലിംഗസ്വരൂപൻ, അഗ്നിസ്വരൂപനായിരിക്കുന്ന ആത്മസ്വരൂപൻ, അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് ആ അനുഗ്രഹാശിസുകളോട് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ഒരേ സമയം നടക്കും. ഒന്ന് ചിത്തശുദ്ധി, മറ്റൊന്ന് ബുദ്ധിശുദ്ധി. ബുദ്ധി എന്ന് പറയുന്ന കൈലാസത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാൻ നമ്മയോർദേവരെ അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു വിട്ട ചിത്തത്തിലേക്ക് വന്ന്, ചിത്തം എന്ന് പറയുന്ന അന്ധകരണത്തിന്റെ ഒരു ഭാഗം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4, അതിൽ നിന്ന് വിടുതല കിട്ടുന്ന വലിയ പാടാ. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാൻ ഗുരുവായൂരപ്പന്റെ ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന വാസുദേവന്റെ ആ സംഗീതത്തിലുള്ള 4 ഭാഗങ്ങൾ, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, അഹങ്കാരമുണ്ട്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ്. ഈ മനസ്സിനെ ചലിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് മനനം ചെയ്യല്, അതിനാണ് വാസ്തവത്തിൽ ജപിക്കുന്നത്, തപിക്കുന്നത്, മന്ത്രം സ്വീകരിക്കുന്നത്. അങ്ങനെ മനനത്തിലൂടെ ഈ ചിത്തത്തെയെല്ലാം തന്നെ മാറ്റിയെടുത്ത് മനസ്സും ചിത്തവും ബുദ്ധിയും എല്ലാം തന്നെ ആർജിച്ചിട്ട് അഹങ്കാരത്തിൽ നിന്നെല്ലാം തന്നെ വിടുതൽ വാങ്ങുന്ന രീതിയിലേക്ക് അന്ധകരണ ചതുഷ്ടയത്തെയെല്ലാം തന്നെ സമീകൃതമാക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വാക്ക്? അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതിനെ 4നെയും സമീകൃതമാക്കുക, ബാലൻസ്ഡ് ആക്കുക. അത് കുചേലന്റെ ഗതി. കുചേലൻ 4 പടി അകലം കൊണ്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. കുചേല പറഞ്ഞ് 4 വീട്ടിൽ പോയി ഭിക്ഷ അയച്ചുകൊണ്ട് 4 പടി അകല് വാങ്ങിക്കൊണ്ടുവന്ന് കഥയ്ക്ക് കൊള്ളാം. കുചേലനെങ്ങും പോയില്ല. കുചേലൻ ഇരുന്നിടത്ത് നേടുന്ന കാരണം എന്താ? സഞ്ജീവനിയുടെ ആശ്രമത്തിൽ തന്റെ സതീർത്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവുമായിട്ട് ഒത്തുചേർന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അദ്ദേഹത്തിന് ഭഗവാനെ അറിയുക. ഭഗവാന് വ്യക്തമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തെ ഭാഗവതം പറയുന്ന ബ്രഹ്മവിത്തമായി എന്ന് തന്നെയാണ്. ബ്രഹ്മവിത്തവനും ബ്രഹ്മവിദ്വരനും ബ്രഹ്മവിദ്വരിഷ്ഠനും ഒക്കെ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്. അത് ഈ കുചേല ബ്രാഹ്മണൻ എന്ന് പറയുന്ന വെറൊരു ബ്രാഹ്മണൻ ഈ പൊളിഞ്ഞ കൊടയും അല്ലെങ്കിൽ വടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി എന്നുള്ള കഥകളിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പാടാൻ കൊള്ളാം, വഞ്ചിപ്പാട്ടെല്ലാം തന്നെ പാടാൻ കൊള്ളാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇരുന്ന ബ്രഹ്മവിത്തമനാണ്. ഞാൻ ബ്രഹ്മമാണെന്ന് ബോധ്യമുള്ള കുചേലന് എങ്ങോട്ടേക്ക് ഓടി നടക്കേണ്ട കാര്യമില്ല. ഇത് 4 പിടി അവലിന്റെ കഥയോ? 4 പിടി അവല് എന്ന് പറയുന്ന ബുദ്ധിയായിരിക്കുന്നത് എന്റെ പത്നി. ഭാഗവതത്തിന് പത്നി എന്ന് പറയുന്ന ബുദ്ധിയാണ്. ഏതൊരു ബുദ്ധിയാണോ ജീവന്റേതായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, ആ ബുദ്ധിയാണ് പത്നി. ആ ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരമായി പറയുന്നത് ദ്വാരകയിലേക്ക് പോകുന്നത് അന്ധകരണം എന്ന് പറയുന്ന ഹൃദയഭാഗത്തെ ആ 4 കൂട്ടം കാര്യങ്ങളെ 4 പിടി അവലിന് സദൃശമാക്കി എന്ന് പറഞ്ഞാൽ ഇടിച്ചു പരത്തിയെന്ന്. കുചേലനെ സംബന്ധിച്ചിടത്തോളം ഇടിച്ചു പരത്താൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അയാൾ തപസ്വാധ്യായ നിരതനാണ്, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ബ്രഹ്മവിത്തായിരിക്കുന്ന രാമണ ശ്രേഷ്ഠൻ അദ്ദേഹത്തിന്റെ അന്ധകരണ ചതുഷ്ടയെല്ലാം തന്നെ അവല് പോലെയാണ്, ഇടിച്ചു പരത്തി മുളക്കുകയില്ല. അങ്ങനെ യാതൊരു കാരണവശാലും മുളക്കാത്ത ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അവല് എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ഉടമയായ 4 പിടി അവല്, അതുകൊണ്ട് അയാൾ തലയിലേക്ക് കയറിയെന്നേ ഉള്ളൂ. പിടുത്തം കിട്ടുന്നുണ്ടോ? കുചേലൻ വടിയും കൊടയും ഒക്കെ ആയിട്ട് പതുക്കെ നടന്ന് ദ്വാരകയിലേക്ക് എന്നു. വഴിയിൽ വെച്ച് ആരോ തടസ്സം ചെയ്തു. ഇല്ല, അയാളെ കടത്തിവിടാനായിട്ട് ഭഗവാൻ പറഞ്ഞു. അപ്പോഴേക്കും കടന്ന് അവിടെ വന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ കാലെല്ലാം തന്നെ കഴിവെച്ച് കയറ്റി തന്റെ മഞ്ചത്തിൽ ഇരുത്തി പൂജിച്ചു. ഇതെല്ലാം കഥകളിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ആട്ടക്കഥാവിശേഷമെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോഴും അങ്ങനെ ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ചെന്നിട്ട് ഇറുക്കി പിടിച്ചിരിക്കുന്ന കക്ഷത്തിൽ ഇറുക്കി പിടിച്ചിരിക്കുന്ന അവല് അത് പുറത്തിറക്കാൻ മടിക്കുന്ന ആ കുചേലനെ ഒന്ന് നോക്കൂ. അയാളില് താൻ കൊണ്ടുവന്നിരിക്കുന്ന നിവേദ്യം പ്രത്യേകിച്ചും അതെല്ലാം തന്നെ വളരെ മോശമായി കാണും. ഇത്രയും നേരം കക്ഷത്തിൽ ഇരുന്നതുകൊണ്ട് എന്നുള്ള മറ്റും കൊടുക്കാൻ മടിക്കുന്ന ഒരു ജീവനല്ലേ നിങ്ങൾ കാണുന്നത്? ആർക്കാണ് കൊടുക്കേണ്ടത്? ദ്വാരകാവാസിയായിട്ടുള്ള കൃഷ്ണന്, തലയിൽ കുടികൊള്ളുന്ന കൃഷ്ണന്, ഈ പറയുന്ന സഹസ്രാരരത്നത്തിൽ കർണികയിൽ കുടികൊള്ളുന്ന ഈശ്വരന് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന അന്ധകരണ വിരുദ്ധയം എന്ന് പറയുന്ന അന്ധകരണത്തിന് 4 ഭാഗങ്ങളെ കൊടുക്കാൻ മടിച്ചു എന്നാണ്. അത് കാണേണ്ട താമസം, അറിയേണ്ട താമസം. കച്ച പൊളിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ കച്ചത്തിൽ നിന്ന് ഇങ്ങനെ പ്രതിലപാഠത്തെ എടുത്ത് അത് പൊളിച്ച് അതിൽ നിന്ന് ഒരുപിടി അവലുണ്ട് എന്നുള്ള കഥ പഠിക്കലല്ല നമുക്ക് ആവശ്യം. ഈ അന്ധകരണത്തെ ചോർന്നു കൊണ്ടുപോയിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് നിന്ന് തലയിലേക്ക് കയറിയിരിക്കുന്ന ഹൃദയം എന്ന് പറയുന്ന ഭഗവാന്റെ സങ്കേതം, അതുപോലെ തന്നെ ഭഗവാൻ ദ്വാരക നിർമ്മിച്ച് മുകളിലിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് ഈ അന്ധകരണമായിട്ട് ചെന്നപ്പോൾ അന്ധകരണം എല്ലാം തന്നെ ഇടിച്ചു വരുത്തി ഇരിക്കാണെങ്കിൽ തന്നെ ഭഗവാൻ സ്വീകരിക്കട്ടെ. അത് സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കണം, കൊടുത്തില്ല എടുത്തു എന്നുള്ള മട്ടിൽ. അപ്പൊ ഏതൊരു വ്യക്തിയുടെ അന്ധകരണമാണോ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4നെയും ശുദ്ധ സാത്വികമായിട്ടുള്ള ഭാവത്തിൽ അതിനെ അടിച്ചമർത്തി ഉപാസനയിലൂടെ ശക്തമായിട്ടുള്ള ഈശ്വരന്മുഖമായിട്ടുള്ള മനസ്സ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ അതിനെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സായുജ്യ പദവി. ഇത് സനാതനം.
കേട്ടോ ഓരോരോ കഥാപാത്രങ്ങളെ ഇട്ടിട്ട് സനാതനത്തിലേക്ക് കൊണ്ടുവരിക. കേട്ടതെല്ലാം തന്നെ ഇടയ്ക്ക് മറന്നുപോയാൽ കുഴപ്പമില്ല, നമ്മൾ നന്നാകരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അല്ലെ, ഈ പറയുന്ന സംസ്കാരികൾ എന്ന് പറയുന്നത് നമ്മള് ഒരിക്കലും നന്നാകരുത്, ഇതൊന്നും പഠിക്കരുത്, ഒന്നും പ്രവർത്തിക്കരുത്, കഴിയുമെങ്കിൽ കോലാഹലങ്ങൾ കാണിച്ചുകൊണ്ട് വീണ്ടും വിദ്വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരായിട്ട് നമ്മൾ മാറണം. അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭാഗവതകളായാലും ഇതര പുരാണകഥകളായാലും അതിലൂടെ കടന്നു കയറിയിട്ട് നമ്മൾ എത്തേണ്ടത് വേദാന്തത്തിലേക്കാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ മതത്തിന്റെ പേരെന്താ? ഹിന്ദുമതം എന്നോ? എന്തായാലും പറഞ്ഞു. ഹിന്ദുമതം എന്ന് പറയുന്ന പണ്ടേ തന്നെ നിഷേധിക്കപ്പെട്ടുള്ള സംഗതിയാണ്. ഇത് വാസ്തവത്തിൽ ഒരു വേ ഓഫ് ലൈഫ് എന്നല്ല സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കഴിഞ്ഞു. വ്യത്യസ്ത മതങ്ങളെല്ലാം തന്നെ സമന്വയിക്കപ്പെട്ട രീതിയിലാണ് ഇന്ന് കാണുന്ന നമ്മുടെ സംസ്കാരം. ശക്തന്മാരുണ്ടായിരുന്നില്ലേ? അവിടെ വാസ്തവത്തിൽ പറയുന്ന കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ശങ്കരാചാര്യ തലയ്ക്ക് വില പറഞ്ഞ അത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നില്ലേ? ഒരു പ്രത്യേക മതക്കാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അനവധി മതക്കാർ, വൈഷ്ണവരും ശൈവരും ഇന്നും കിടക്കുകയാണ് ഇവിടെ അവശേഷിച്ചുകൊണ്ട്. അങ്ങനെ വൈഷ്ണവരും ശൈവരും ശക്തിയിലും അത്തരത്തിലുള്ള മതക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വന്നില്ലേ? മാറ്റം തന്നെ. അപ്പൊ അത്തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടായിരിക്കുന്ന ഈ മതത്തിന്റെ പേര് എന്തായിരിക്കണം? ഇംഗ്ലീഷുകാർ പറഞ്ഞ ഹിന്ദുമതം എന്നുള്ള റിലീജിയൻ, ഹിന്ദു എന്നുള്ളതെല്ലാം തന്നെ മാറ്റിവെച്ചാൽ നമ്മുടെ സംസ്കാരം എന്ന ശബരിമലയിൽ പോകുന്ന ഓരോ വ്യക്തിയും കാണുന്ന അത്യന്ത ശ്രേഷ്ഠ വേദാന്ത ആ വാക്ക് ഉപദേശവാക്യമായിരിക്കുന്ന തത്വദർശി, അതിലൂടെ കടന്നു നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന മതത്തിന്റെ പേര് വേദാന്ത മതം എന്ന് തന്നെയാണ്. നമ്മുടെ മതത്തിന്റെ പേര് വേദാന്ത മതം എന്നല്ലാതെ മറ്റൊരു മതം എന്നല്ല. മറ്റു മതം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് അർത്ഥശൂന്യമായി മാറും. ഈ വേദാന്ത മതത്തിലേക്ക് കടന്ന് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നമ്മുടെ മതത്തിന്റെ പ്രത്യേകത തത്വശാരി മഹാവാക്യങ്ങളിലൂടെ വേദാന്തം മുഴുവൻ ഇങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടവരെ നമ്മൾ എത്തി വെക്കുന്ന വേദാന്ത മതം എന്നുപോലും വേണ്ട, നമുക്ക് പറയാം സനാതനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയ കാരണം അത് നീയാകുന്നു. അത് നീയാകുന്നു എന്ന് പറയുന്ന ഒരു മതം എവിടെയുണ്ട്? അത് നീയാകുന്നു. അതേ എന്ന് പറയുന്ന ഈശ്വരസ്വരൂപം നീ എന്ന് പറയുന്ന ജീവന്മാവാണെന്ന് അടിച്ചറപ്പിച്ച് അത്തരത്തിലൊരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ സനാതനം. നീ മറ്റാരുമല്ല. നീ ഓടി നടന്ന് അലഞ്ഞിരിഞ്ഞ് അന്വേഷിക്കേണ്ട ഒരു ഇരുവട്ടൊരവസ്ഥ എനിക്കില്ല. നീ അതാണ് എന്ന് പറയുന്ന തത്വമശി അത് വേദാന്ത മതത്തെക്കാൾ ഒന്നുകൂടി കടത്തി അവർക്ക് പറയാം അത് സനാതന ധർമ്മത്തിന്റേതാണ്. അത് നീയാകുന്നു. ഈ അത് നീയാകുന്നു എന്ന് പറഞ്ഞതെല്ലാം തന്നെ ബോധ്യപ്പെട്ട അവസ്ഥയിലേക്ക് വരുമ്പോഴല്ലേ ഒടുവിൽ പറയുന്നത് എന്താ? അത് ഞാനാകുന്നു, അത് നീയാകുന്നു എന്ന് മാറ്റിയിട്ട് അത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ സനാതനത്തിന്റെ ആ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ഭാവം, അൾട്ടിമേറ്റ് ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യസ്ഥാനം ഞാൻ അതാകുന്നു. ഇങ്ങനെ ഞാൻ അതാകുന്നു എന്ന് പറയുന്ന സോഹം ആ പദവിയിലേക്ക് എത്തിയ ഒരു സംസ്കാരത്തെ നമ്മൾ എന്ത് പറയണം? സനാതന ധർമ്മം. ഈ സനാതന ധർമ്മം കൊലയട്ടെ എന്നെല്ലാം തന്നെ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ യാതൊരു വേദനയും ഇല്ലാത്തത്? ഈ സനാതന ധർമ്മം ഇല്ലാതെയാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ യാതൊരു ദേഷ്യവും അവരോടില്ലാത്തത്? അവരെന്തിനാണ് അപ്പൊ ഇങ്ങനെ വേറുകൂറ് കാണിച്ച് മാറി നിൽക്കുന്നത്? അവർ ഉൾപ്പെട്ട ഈ സമൂഹത്തെ മാനവരാശിയെ അപ്പാടെയെല്ലാം തന്നെ പറയുന്നതല്ലേ സനാതനം എന്ന് പറയുന്ന ഒരു വാക്ക്? സനാതനം എന്ന് പറയാൻ അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ആരും തന്നെ ശരീരികളല്ല. ഈ ശരീരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം തന്റെ ആത്മാവിനാണ് എന്ന് ഉദ്ഘോഷിച്ച നമ്മുടെ ഈ സനാതന ധർമ്മത്തെ എന്തിനാണ് ഇങ്ങനെ തള്ളി പറയുന്നത്? ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, സനാതനം എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള ആത്മഭാവമാണ്. മമ്മിയൂർ വന്നാലും അവിടെയുള്ള ഈ സാക്ഷാൽ നാരായണനെ ദർശിച്ചുകൊണ്ട് നരസിംഹഭാവത്തെയോ ആരോ അങ്ങനെ ദർശിച്ചാലും ഈ ഭഗവാനെ ദർശിച്ചാലും നമ്മൾ ആത്മഭാവത്തെ ആർജിച്ചിരിക്കണം. ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ട നമ്മൾ നാരായണീയത്തിൽ പറയുന്ന പോലെ യോഗീന്ദ്രാണം ഗതങ്കേഷ ദിവസമദൂരം മുക്തിഭാജം നിവാസേ ഭക്താനന്ദ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യം ചിത്തസ്ഥ തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയെല്ലാം തന്നെ വിട്ടിട്ട് നിത്യം ചിത്തസ്ഥ തന്നെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഭാഗവതം പറയുന്ന പോലെ ഞാൻ അതാണ് എന്ന് കൂടി പറയണം. നിത്യം ചിത്തസ്ഥ തന്നെ പരമപരമതേ കൃഷ്ണ. ഇതിങ്ങനെ ആവർത്തിച്ച് നാരായണീയം പാരായണം ചെയ്യുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഭഗവത്ഗീതകാര്യൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനോട് പറഞ്ഞു കൊടുത്തത് ഈശ്വര സർവഭൂതാന ഉദ്ദേശേ അർജുന തിഷ്ഠതീയമാണ്. ആ ഹൃദയത്തിൽ ഓർത്തിക്കുന്നല്ലേ ഗുരുവായൂരപ്പ, ഈ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഉണ്ടായത് വേണ്ട, ഞാൻ അതാണ്. അപ്പൊ അത്തരത്തിൽ അതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് തത്വസി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ആ തത്വസിയിലൂടെ കടന്നു കയറുന്ന അഹം ബ്രഹ്മാസ്മിയിലേക്ക് ഞാൻ അതല്ലാതെ മറ്റു യാതൊന്നുമല്ല ജീവ ബ്രഹ്മജനാഥരായെന്ന ആദിശങ്കരൻ പാലിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആ സനാതന ധർമ്മത്തെ, സനാതന മാർഗത്തെ, സനാതന സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിച്ചേ മതിയാകൂ. ആ മാർഗത്തിലൂടെ കടന്നു പോകണം. നമ്മൾ വിദ്വേഷം കിട്ടിക്കൊണ്ട് സാധാരണക്കാർ ചെയ്യുന്ന പോലെ അതുവിധം കാട്ടിക്കൊണ്ട് അന്ധവിശ്വാസം ജടിലമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയാൽ അപകടമുണ്ട്. മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെ കാഫർ എന്ന് വിളിക്കാൻ കാരണം അനേകം പ്രതിമകളെ വെച്ച് പൂജിക്കുന്നത് കൊണ്ടാണ്.
ഈ പ്രതിമകളെല്ലാം തന്നെ വച്ചുപോയിക്കുന്ന നമുക്ക് പ്രതിമകളെടുത്ത് കാറ്റിൽ കളയാൻ ഒരു മടിയുമില്ല എന്ന് അവർക്കറിയില്ല. പ്രതിമകളിലൂടെ കടന്നു വരുന്നത് പ്രതിമകളില്ലാത്ത ലോകത്തിലേക്കാണ് എന്നവർക്കറിയില്ല. പ്രതിമകളെ വെച്ച് പോയിരിക്കുന്ന LKG ക്ലാസ് കഴിഞ്ഞ് പ്രമോഷൻ ഉണ്ട് എന്നും അങ്ങനെ ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന റിസർച്ച് എല്ലാം നടത്തിയിട്ട് ഞാൻ അതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരാണ് ഈ പറയുന്നത് നമ്മളെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് കളിയൊക്കെയാണ് കാഫർ എന്നും അവിശ്വാസി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ മാടി കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന രീതി ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് നമ്മളെ പറ്റി ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആരായണം അല്ലെങ്കിൽ ആരായിരുന്നു എങ്ങനെയാണ് വളർന്നു വന്നത് ഈ വക ചിന്താഗതികൾ വരാൻ ഇതിഹാസങ്ങളിലൂടെയും പ്രത്യേകിച്ച് പ്രസ്ഥാനത്രയത്തിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കും ഞാൻ അതാണ്, ഞാൻ അത് തന്നെയാണ്, ഞാൻ അത് വിട്ടിട്ട് മറ്റു യാതൊന്നുമല്ല എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് സാധിക്കട്ടെ എന്നാണ് സനാതനം ക്ഷേത്രത്തിൽ വരുന്നത്. അത്തരത്തിലുള്ള ഭാവം ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പൂജ പഠിക്കാം. ഞാൻ വാസ്തവത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ DT ഭട്ടേരിപ്പാട്ടിന്റെ പിടിയിൽ നിന്ന് യുക്തിവാദ പ്രസ്ഥാനമെല്ലാം തന്നെ മാറിയിട്ട് പൂജ പഠിച്ചു തുടങ്ങി. പൂജ പഠിച്ച ഹോമാദികളെല്ലാം തന്നെ പഠിച്ചു. ഇതെല്ലാം തന്നെ പഠിച്ചില്ല, ഇന്നൊന്നും ചെയ്യാറില്ല. 76-ന് ശേഷം ഈ പൂജകളൊന്നും ചെയ്യാറില്ലെങ്കിലും നിത്യവും തീയിട്ട് കൂട്ടി അതിൽ ഗണപതിക്ക് വേണ്ടി ഹോമം നടത്തുന്ന മുടക്കിയിട്ടില്ല 47 കൊല്ലക്കാലമായിട്ട്. അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പറയുന്ന പൂജാതി കാര്യങ്ങളും മുദ്രകളും അത് ഇതെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് അതിൽ ഇങ്ങനെ യാന്ത്രികമായിട്ടുള്ള ഒരു കെട്ടുപാട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ അതിൽ നിന്നുള്ള മോചനവും ഹിന്ദുവിന്റെ ലക്ഷ്യമാണ്. ചിന്തിക്കുക, നമ്മൾ എല്ലാവരും തന്നെ പൂജ പഠിക്കണം, തന്ത്രിമാരാകണം. താന്ത്രികം മാന്ത്രികം എന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ വിട്ടിട്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് കടന്ന് ആത്മഭാവത്തിലേക്ക് എത്തി നാം അതാണ് എന്നുള്ള ബോധത്തിലേക്ക് വന്നേ മതിയാവൂ. അതുകൂടി സാധിക്കണം. അത് ഭാഗവതത്തിന്റെ ഭാഷയാണ്. നമ്മളെല്ലാവരും അങ്ങനെ എത്തിയാൽ പിന്നെ മോക്ഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നേടിയെടുക്കേണ്ട കാര്യമില്ല. മോക്ഷം അപ്പോൾ സ്വായത്തമായി. അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് നേടിയെടുക്കാനുള്ള മോക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് എന്ന് ഉറപ്പിക്കലാണ്. ഇത് സനാതനം. ചുരുക്കി സംഗ്രഹിച്ചിട്ട് പറയാം, ഞാൻ അതാണ് എന്ന് ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാൻ പോകുന്നവരെ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിലൂടെ പഠിക്കുന്ന ഞാൻ അതാണ് എന്നുള്ള രീതി, അത് നീയാണ് എന്ന് പറയുന്നത്, അത് സാധിച്ചെടുക്കേണ്ടതാണ് സനാതനത്വം. ആ സാധിച്ചെടുക്കാൻ പിന്നെ ജാതിയില്ല, മതമില്ല. പണ്ടേക്ക് പണ്ടേ തന്നെ ശബരിമലയില് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ പ്രത്യേകിച്ച് സമത്വപൂർണമായിരിക്കുന്ന ഒരവസ്ഥ അവിടെ പണ്ടേയുണ്ട്. കാരണം എന്താ? അവിടെ ചിഹ്നത്തിൽ പിടിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അയ്യപ്പ സ്വാമിയാണ്, ശാസ്താവാണ്. അപ്പൊ അതേ രീതിയിൽ എല്ലാ ക്ഷേത്രങ്ങളും വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ അവനവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവനവൻ ആര് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ബോധതലത്തിലേക്ക്, അഖണ്ഡമായിരിക്കുന്ന ആത്മഭാവത്തിലേക്ക് എത്തിയാൽ കിട്ടുന്ന ആ മോക്ഷം, അത് സമാർജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അതാണ് സനാതനം. നല്ലപോലെ ശ്രദ്ധിക്കുക. സനാതനം എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളൊരവസ്ഥ. അത് ആത്മഭാവമാണ്. ഇരിക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും കേൾക്കുന്ന മറ്റുള്ളവരും എല്ലാവരും തന്നെ ആത്മഭാവത്തിലാണ്. ആത്മഭാവം വിട്ടിട്ട് മറ്റേ യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് നിങ്ങളും ഞാനും തമ്മിൽ വേർപാടില്ല എന്ന് കൃഷ്ണൻ ഉദ്ധവരെ കൊണ്ട് ഗോപശ്രീകളെ ധരിപ്പിക്കുന്നുണ്ട്. ഭാഗവതത്തിലുള്ള 47-ാമത്തെ അധ്യായത്തെ ശേഷം അവിടെ ഉദ്ധവരെ പറഞ്ഞു വിട്ട ഈ ഗോപശ്രീകളെ പഠിപ്പിക്കുന്ന എന്താ? അല്ലയോ ഗോപശ്രീകളെ, നിങ്ങളും ഞാനും തമ്മിൽ വേർപാടില്ല, വിയോജമില്ല, ഒരിക്കലും വേറിട്ടിരിക്കുന്നില്ല, നമ്മൾ എല്ലാവരും ഒന്നാണ്, അഖണ്ഡമായിരിക്കുന്ന ആത്മബോധമാണ് എന്ന് പറയുന്ന രംഗമുണ്ട്. അത് സനാതനം. ചിന്തിക്കുക. വെറുതെ വായിച്ചു കൊള്ളുന്ന രീതിയിൽ സത്രങ്ങൾ എത്ര നടന്നു. കഴിഞ്ഞ സത്രമാണെങ്കിൽ കോലാഹലമായിരുന്നു. എല്ലാ തരത്തിലും ഈ സത്രങ്ങൾ നടത്തിയിട്ടും വാസ്തവത്തിൽ യാതൊരു ഫലപ്രദമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാതെ അത്തരത്തിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ നമ്മൾ അവശേഷിച്ച് കിടക്കുകയാണ് വെറും ജന്തുക്കളായിട്ട്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ സനാതനം എന്ന് പറയുന്നതിന്റെ ആത്മഭാവമാണ്. ഈ ആത്മഭാവമാണ് ഞാൻ. ആത്മാവിൽ വിട്ടിട്ട് മറ്റേ യാതൊന്നും ഇല്ല എനിക്ക്. ഞാൻ വാസ്തവത്തിൽ ശരീരത്തെ ഇടയ്ക്കെടുത്തതാണ്. അങ്ങനെ ഇടയ്ക്കെടുത്ത് ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നേടേണ്ടതെന്ന് ഞാൻ ആത്മാവാണെന്നുള്ള ആ ബോധം, ആ അഖണ്ഡമായിട്ടുള്ള ബോധത്തിലേക്ക് മമ്മിയൂർ തേവർ നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മമ്മിയൂർ തേവര് വാസ്തവത്തിൽ ആരെയെന്നെല്ലാം തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിസുന്ദരമായിരിക്കുന്ന ഞാൻ ആരാ, ഞാൻ ഇതൊന്നുമല്ല, ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇത്യാദി കീർത്തനങ്ങളുമെല്ലാം തന്നെ നമുക്ക് ശങ്കരാചാര്യസ്വാമികൾ ഇട്ടുവന്നിട്ടുണ്ട്. നിർവാണ ക്ഷേത്രം, ആ നിർവാണം എന്ന് പറയുന്ന പരമകാഷ്ഠ ജീവന്റെ ലക്ഷ്യമായിരിക്കുന്ന മോക്ഷ പദവി. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഗം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമോ ന തേജോ ന വായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നജ പ്രാണസജ്ഞോ നവൈ പഞ്ചവായോർ നവാ സപ്തധാതോ നവാ പഞ്ചകോശ
നമപ്പാതിബോധം നോപസ്ഥവായോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മതോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന യാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖമോ ന മന്ത്രോ ന തീർത്ഥോ ന വേദാന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യോർന ശങ്ക ന മീജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ജന്മ ന ബന്ധോ ന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വച്ച സർവത്ര സർവേന്ദ്രിയാണാം നജാസംഗത നൈവ മുക്തോ ന ബന്ധൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആത്മാനന്ദത്തിൽ ആറാകട്ടെ. അമൃതലഹരിയിലെ ഈശ്വരഭാവത്തെ എല്ലാ തരത്തിലും സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കിക്കൊണ്ടും മനുഷ്യരിൽ എടുത്തിട്ടുള്ള നമ്മൾ എല്ലാവരും തന്നെ ആ ഭാവത്തിലെത്തി സനാതനമായിരിക്കുന്ന ആത്മഭാവത്തെ ശരിക്കും കണ്ട് അറിഞ്ഞ് അത്തരത്തിലുള്ള അതിൽ തന്നെ ലയിച്ച് എല്ലാവരും തന്നെ ആ ആത്മഭാവത്തെ ആർജിച്ച് സനാതന ധർമ്മികളുടെ സനാതന ധർമ്മത്തിന്റെ എല്ലാം തന്നെ ഉടമകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിവപെരുമാൾ അനുഗ്രഹിക്കട്ടെ. മമ്മിയൂർത്തേവ് അവിടെ നടക്കുന്ന ആണ്ടൂർ നടക്കുന്ന ആ രുദ്രാദി ആ ക്രിയകളിലൂടെ ശുദ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് ശ്രമിക്കുന്ന അത്തരത്തിലുള്ള പ്രഭാഷണ പരമ്പരകളിലൂടെ കിട്ടുന്ന എല്ലാ തരത്തിലുമുള്ള മൂല്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരചൈതന്യത്തെ ആത്മഭാവത്തെ ഈശാവാസിനികൾ സർവം എന്ന് പറഞ്ഞത് ഭാഗവത അഷ്ടമസ്കന്ധത്തിൽ ആത്മാവാസിനികൾ സർവം എന്ന് തിരുത്തി എഴുതി. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ആത്മാവ് ആ ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ കണ്ടുകൊണ്ട് ആ സനാതനമായിരിക്കുന്ന കാര്യം ഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാം ഈ ലോകത്തോട് വിട പറയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം സഹനാമവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമോ ഓം നമഃ ശിവായ. ശിവായ നമോ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ.